ജയ് ഗുരു. സംപൂജ്യ സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണാമം. നൂതൻ സ്വാമിജിയുടെ പാദങ്ങളിൽ പ്രണാമം. മാ ഗുരുപ്രിയാജിയുടെ പാദങ്ങളിൽ പ്രണാമം. സംപൂജ്യ സ്വാമിജി യോഗവാസിഷ്ഠ രാമായണത്തെ ആധാരമാക്കി മലയാളത്തിൽ ആദ്യമായി നൽകുന്ന ഓൺലൈൻ തത്വപ്രവചന പരമ്പരയാണ് ശ്രീരാമനിൽ ജ്വലിച്ചു നിന്ന ആത്മമഹിമ. ഈ തത്വപ്രവചന പരമ്പരയുടെ സമാപന ദിവസമാണിന്ന്. ശ്രോതാക്കളായ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാമിജി യോഗവാസിഷ്ഠ രാമായണത്തിലെ പല പ്രകരണങ്ങളിലെയും ചിലപ്പോൾ വാൽമീകി രാമായണത്തിലെയും ശ്ലോകങ്ങൾ ഉദ്ധരിക്കുകയുണ്ടായി. നിരവധി പേർ ആ ശ്ലോകങ്ങൾ ലഭ്യമാക്കാമോ എന്ന് ചോദിച്ച് അന്വേഷിച്ചിരുന്നു. ആ ശ്ലോകങ്ങളെല്ലാം ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സ്വാമിജി ചൊല്ലിയിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുണ്ട്. narayanaashramathapovanam.org/program handouts എന്ന ലിങ്കിൽ ഇവ ലഭ്യമാണ്. വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ് സ്വാമിജി ഇന്ന് നമ്മളോട് പ്രതിപാദിക്കാൻ പോകുന്നത്. രാമൻ എങ്ങനെ ആത്മമഗ്നനായി വസിഷ്ഠ മഹർഷിയുടെ ഉപദേശം കേട്ട് ഈ ഭാഗം തൊട്ട് പറയാമെന്നാണ് സ്വാമിജി ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. രാമനെ പോലെ തന്നെ നമുക്കെല്ലാവർക്കും സ്വാമിജിയുടെ വാക്കുകളിലൂടെ ആ ആത്മസ്പർശം അനുഭവിക്കാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജിയോട് തത്വപ്രവചനം തുടങ്ങാൻ അഭ്യർത്ഥിക്കുന്നു. രാമഭക്തന്മാരായ നിങ്ങൾ ശ്രീരാമനെ പറ്റി കൂടുതൽ അറിയുന്തോറും ആ ഭക്തിയിൽ കാര്യമായ ഒരു മാറ്റം വരുന്നുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു ആകാംക്ഷ. തോന്നണം എന്നാണ് എൻ്റെ വിചാരം. നാം ആരാധിക്കുന്ന ആ ആരാധ്യമൂർത്തിയെ നാം കൂടുതൽ അറിയുമ്പോൾ ആരാധനയ്ക്ക് അതനുസരിച്ച ഒരു പ്രതിഫലനം ഉണ്ടാവണം. അതാണ് നമുക്ക് ആവശ്യം. അതിനാണ് ഈ ശാസ്ത്രം എഴുതിയിട്ടുള്ളത്. ആദ്യം ഞാൻ പറയുണ്ടായി, ശ്രീരാമൻ ചെയ്തത് ചെയ്യൂ, അനുസരിക്കൂ, പിന്തുടരൂ, അനുയായിയാവൂ. ശ്രീകൃഷ്ണൻ പറയുന്നത് കേട്ടു അതനുസരിക്കുക എന്നാണ് പറഞ്ഞത്. ആ വ്യത്യാസം എപ്പോഴും നിങ്ങൾ ഓർമ്മ വയ്ക്കണം. ശ്രീരാമൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നുവോ അത് ഇക്കാലത്തും എക്കാലത്തും ഒരുപോലെ നമുക്ക് കൊണ്ടു നടക്കാവുന്നതും അനുസരിക്കാവുന്നതുമാണ്. ബ്രഹ്മാംബോധി സമുദ്ഭവം കലിമല പ്രധ്വംസിനം ചാവ്യയം ശ്രീമച്ഛംഭുമുഖേന്ദു സുന്ദരവരേ സംശോഭിതം സർവദാ സംസാരാമയ ഭേഷജം സുമധുരം ശ്രീജാനകീ ജീവനം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം ധന്യാസ്തേ കൃതിനഃ പിബന്തി സതതം ശ്രീരാമനാമാമൃതം. വാസ്തവത്തിൽ ഇതൊരു അമൃതം തന്നെയാണ്. ശരിയായ തത്വകഥനം അമൃത് വാരിക്കഴിക്കും പോലെയാണ് ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും അനുഭവപ്പെടുക. ദിവ്യഭൂമൗ തഥാകാശേ ബഹിരന്തശ്ച മേ വിഭുഃ യോ വിഭാത്യവഭാസാത്മാ തസ്മൈ സർവാത്മനേ നമഃ. തസ്മൈ സർവാത്മനേ നമഃ. എല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ. ദിവ്യഭൂമൗ തഥാകാശേ दिविभूमौ तथाकाशे बहिरन्तश्च मे विभुः बहिरन्तश्च मे विभुः यो विभात्यवभासात्मा यो विभात्यवभासात्मा तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. तस्मै सर्वात्मने नमः. 6 പ്രകരണമാണല്ലോ യോഗവാസിഷ്ഠ രാമായണത്തിന്. 32,000 ശ്ലോകങ്ങളാണെന്ന് പറയുണ്ടായി.
അതിൽ 5ഉം 6ഉം പ്രകരണങ്ങളാണ് യോഗവാസിഷ്ഠത്തിൻ്റെ മർമ്മപ്രധാനവും രഹസ്യവുമായിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനം. 5ാമത്തെ പ്രകരണത്തിന് ഉപശമ പ്രകരണം എന്നാണ് പേര്. വൈരാഗ്യ മുമുക്ഷുത്വം അതൊരു പ്രകരണം, ഉത്പത്തി, സ്ഥിതി, ഉപശമം അതൊക്കെ അതിൽപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഉപശമിപ്പിച്ചെടുക്കുക, ശാന്തമാക്കി തീർക്കുക? സംഘർഷങ്ങളും സംക്ഷോഭങ്ങളും പല വിധത്തിലുള്ളതായ വിഷമങ്ങളും ഇല്ലാത്തവരാരുമില്ല. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ ലോകത്തിൽ ജീവിക്കുന്ന ആർക്കും തന്നെ താപത്രയം അനുഭവിക്കേണ്ടി വരുന്ന പറയണത്. ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന് പറയുന്ന 3 താപങ്ങളില്ലാതെ കഴിയില്ല എന്ന്. അപ്പം നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഈ ലോകജീവിതം എന്ന് പറയുമ്പോൾ അത് എപ്പോഴും വിഷമം രചിക്കുന്നതാണ്. ആ വിഷമം രചിക്കുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ ആ വിഷമങ്ങളെ സമീകരിച്ച് ആത്മസാത്കരിച്ചു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കുമോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ശ്രീരാമൻ ചോദിച്ചതുപോലെ മുൻകാലത്ത് എനിക്കുണ്ടായ വിഷമം ഇവിടെ അനുഭവിച്ചവരില്ലേ, ഉണ്ടായിരുന്നില്ലേ മഹർഷേ? ഉണ്ടായിരുന്നെങ്കിൽ അതിന് ആരെങ്കിലും പരിഹാരം കണ്ടുപിടിച്ചോ? അത് പുറത്തേക്ക് വന്നോ? അത് നിലനിൽക്കുന്നുണ്ടോ? അങ്ങക്ക് അറിയാമോ? എനിക്ക് പറഞ്ഞു തരുമോ? കേട്ടാൽ എനിക്ക് മനസ്സിലാക്കി പ്രയോഗിക്കാൻ പറ്റുമോ? ഇതാണ് ശ്രീരാമൻ്റെ ചോദ്യം. അപ്പോൾ ഈ വിഷമം പണ്ടുകാലം മുതൽക്കേ ഉള്ളതാണ്. അതനുസരിച്ച് പണ്ടുകാലം മുതൽക്കേ ഇതിന് പരിഹാരവും ഈ ഭാരതഭൂമിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ഈ ഭാരതത്തിന് പുണ്യഭൂമി എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറയുണ്ടായി, നാരദനോട് വാൽമീകി മഹർഷി അന്വേഷിച്ചപ്പോൾ ആരെങ്കിലും ഇവിടെ ഞാൻ ഈ പറയുന്നത് മാതിരി ഒരു ധർമ്മവീര പുരുഷൻ ഉണ്ടോ എന്ന് ചോദിച്ച് ഉണ്ടെങ്കിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി, ഉണ്ടായിരുന്നു എന്ന് പറയരുത്. അപ്പം ഞാൻ പറയുണ്ടായി, നമ്മുടെ ഭാരതം ധർമ്മപ്രസുവാണ് എന്ന്. ഇവിടെ ധർമാത്മാക്കൾ, ധർമ്മചിന്തകന്മാർ, ധർമ്മപ്രിയന്മാർ, ധർമാനുസാരികൾ, ധർമ്മത്തോട് പ്രതിബദ്ധതയുള്ളവർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഭാരതം ഇതേമാതിരി നിലനിൽക്കുന്നത്. എന്തു തന്നെ വിഷമങ്ങൾ വന്നാലും ആ വിഷമത്തിൽ എന്തെല്ലാം പരാധീനതകളോ ദുസ്ഥിതികളോ വന്നാലും അതൊക്കെ കഴിഞ്ഞ് ഈ ഭാരതം അതിനെയൊക്കെ കവച്ചു വെച്ച് ഉണർന്നെഴുന്നേൽക്കും. അതിനുള്ള ഒരു ശക്തി അതിനുണ്ട്. ആ ശക്തി പുറമേ നിന്നല്ല കിട്ടുന്നത്, ഉള്ളിൽ നിന്നാണ്. ഈ രഹസ്യവും ഇതിൻ്റെ താക്കോലും പണ്ടുകാലം മുതൽക്കേ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണമാണ്, അതിൻ്റെ തെളിവാണ് അനാദിയായിരിക്കുന്ന വേദങ്ങളും ഉപനിഷത്തുകളും. ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഉള്ളിടത്തോളം കാലം നമ്മുടെ ഭാരതത്തിന് ഒരു വിധത്തിലുള്ള ക്ഷതവും സംഭവിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ പഴയ കാലം മുതൽക്ക് തന്നെ ഇതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ്. ആ പരിഹാരമാണ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചതും വസിഷ്ഠ മഹർഷി പറഞ്ഞ് മനസ്സിലാക്കുന്നതും. ആ പരിഹാരം എവിടുന്നാണ് എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഈ പരിഹാരം പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. ആരുടെ അകത്തുനിന്ന്? ലോകത്തിൽ ആര് ജീവിക്കുന്നുവോ അവൻ്റെ ഉള്ളിൽ നിന്ന്. എന്താ സ്വാമിജി ഈ ഉള്ളിൽ പരിഹാരം? നമ്മുടെ ജീവിതം മുഴുവൻ ബാഹ്യമായ ലോകത്തിലാണ്. അതിന് ഉള്ളിൽ പരിഹാരം കണ്ടിട്ട് എന്താ കാര്യം എന്ന് നിങ്ങൾ ചോദിക്കുമോ? ചോദിച്ചാൽ എനിക്ക് സന്തോഷമായി. എൻ്റെ കൂട്ടരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പുറം ലോകം എന്നുള്ളത് നാം നാമകരണം ചെയ്തിട്ടുള്ള ലോകമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം പുറമാണ്. ആർക്ക് പുറം? നോക്കുന്ന നമുക്ക് പുറം. നമുക്കൊരു ഉള്ളുണ്ട്, ശരീരത്തിൻ്റെ ഉള്ള്. ആ ഉള്ളിലുള്ള ഉണർവാണ് എനിക്കൊരു ദേഹമുണ്ടെന്ന് പറയുന്നത്. ദേഹം നമ്മളെ ഉണർത്തുന്നില്ല. ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവാണ് തനിക്കൊരു ദേഹമുണ്ട്, ദേഹത്തിന് ചുറ്റും ലോകമുണ്ട്, ആ ലോകങ്ങളെ നിറം പിടിപ്പിക്കുന്നത് ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളാണ്. ഇതൊക്കെ നമ്മെ ഉണർത്തി തരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉള്ളുണർവാണ്. ആ ഉണർവിൽ നിന്നാണ് സർവ്വ അനുഭവങ്ങളും, എല്ലാ വിധത്തിലുള്ള അറിവും അനുഭവവും എല്ലാം പുറപ്പെടുന്നത്. ലോകം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ദേഹത്തിൻ്റെ ഉള്ളിലുള്ള
പ്രതീതിയാണ്, പ്രതീതിയാണ്, പ്രതീതിയാണ്. എനിക്കൊരു ദേഹമുണ്ട്, ദേഹത്തിന് ചുറ്റും ലോകമുണ്ട്, ആ ലോകം ഇന്ന രൂപത്തിലുള്ളതാണ് എന്ന് നാമാണ് മുദ്രണം ചെയ്യുന്നത്, മുദ്ര കുത്തുന്നത്. അപ്പം ജീവിതത്തിൻ്റെ തുടക്കം എവിടുന്നാ? എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. യോഗവാസിഷ്ഠ രാമായണ ശ്രോതാക്കളോ പ്രേക്ഷകരോ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിന് മറുപടി പറയിപ്പിച്ചേ പറ്റൂ. നാം കാണുന്ന ലോകം പുറമല്ല, നമ്മുടെ അകമാണ് ഈ പുറം ലോകത്തെ വെളിപ്പെടുത്തുന്നത്. വെളിപ്പെടുത്തുന്ന മേഖലയും പുറത്തല്ല, അകത്താണ്. ഞാൻ കാണുന്ന എന്തു വസ്തുവും ഒരു പ്രതിച്ഛായയായി എൻ്റെ മനസ്സ് മുദ്രണം ചെയ്യുമ്പോഴേ ഞാനതിനെ കാണുന്നുള്ളൂ. മനസ്സകത്താണെന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കും. അകം മനസ്സ് പുറം ലോകത്തെ പ്രതിഫലിപ്പിച്ച് ആ പ്രതിഫലനത്തെ പുറം എന്ന് മനസ്സ് മുദ്ര കുത്തുന്നു, എന്നിട്ട് തന്നെ അകം എന്ന് മുദ്ര കുത്തുന്നു. അപ്പം അകം പുറം എന്ന രണ്ട് വാക്ക് മനസ്സിൽ ഉദിക്കുന്ന പ്രത്യയങ്ങളാണ്, ഐഡിയാസ് ആണ്, ആശയങ്ങളാണ്. Whether you call something external, gross or otherwise, and again you call something internal and subtle, both are concepts conceived by our mind within the body. Our mind is not a part of the body, but it is associated with the body. Body is completely a matter energy aggregate, and whatever is a part of it will have to be material or energial in nature. But mind is not. Mind is the one that senses the body, comprehends the body, apprehends the body, is conscious of the body. അപ്പം മനസ്സിന് ദേഹത്തിലുള്ളതല്ല, ദേഹത്തിൽ ഇല്ലാത്ത ഒരു ഗുണവിശേഷമുണ്ട്. മനസ്സ് ദേഹത്തിൻ്റെ ഭാഗമല്ല, ദേഹത്തോടു കൂടി കഴിയുന്നു എന്നേ ഉള്ളൂ. ദേഹം പൂർണ്ണമായും ജഡമാണ്, ദ്രവ്യവും ഊർജവും ചേർന്നതാണ്. അതിൻ്റെ ഭാഗമല്ല മനസ്സ്. മനസ്സ് ഉണരുന്നതും ഉണർത്തിത്തരുന്നതുമാണ്. ഉണരാനോ ഉണർത്താനോ ഉള്ള ശക്തി ഈ ജഡദേഹത്തിനില്ല. ആ മനസ്സാണ് ദേഹമുണ്ടെന്ന് നമ്മളോട് പറയുന്നത്. അതാണ് ലോകമുണ്ടെന്ന് പറയുന്നത്. അപ്പം ലോകമുണ്ടെന്നുള്ളത് നമ്മുടെ നിർവചനം, നമ്മുടെ നിരൂപണം, നമ്മുടെ തീർപ്പ്, നമ്മുടെ തീരുമാനമാണ്. അതിന് നാം ഉപയോഗിക്കുന്നത് ഈ മനസ്സ് തന്നെ രചിച്ച ശരീരത്തെയും അതിലുള്ള ഇന്ദ്രിയങ്ങളെയുമാണ്. ഈ വസ്തുത യോഗവാസിഷ്ഠ രാമായണത്തിൽ ആദ്യന്തം പ്രതിപാദിക്കുന്നുണ്ട്. ആ പ്രതിപാദനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഏതാണ്ട് പകുതി ആവുമ്പോഴേക്കും ശ്രീരാമൻ ഓഹോ ഈ പുറം മുഴുവനും എൻ്റെ ഉള്ളിലുള്ള പ്രതിഫലനമാണോ? അപ്പോൾ ഉള്ളാണല്ലോ സർവ്വതും. അപ്പം ആരാ സൃഷ്ടിക്കുന്നത്? എൻ്റെ ഉള്ള്. സ്രോതസ് എവിടെയാ? എൻ്റെ ഉള്ള്. അപ്പോൾ ഉള്ളിൽ നിന്നുള്ള വികസനവും വർധനയുമാണോ ഈ കാണുന്നതെല്ലാം? എന്നാൽ ഞാനിതാ എൻ്റെ ഉള്ളിലേക്ക് പോണു എന്ന് പറഞ്ഞ് ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണർവിൻ്റെ അടിത്തട്ടിലേക്ക് അമർന്നു ചെന്ന് ലയിച്ചിരുന്നത്. വസിഷ്ഠൻ പറയുന്നത് നിർത്തി. ശ്രീരാമൻ ഉണരുന്നത് വരെ, അതുപോലെ പലരും ഉണരുന്നത് വരെ സംസാരിക്കുന്നത് നിർത്തി. അവർ കണ്ണു മിഴിച്ചപ്പോഴേ സംസാരം തുടങ്ങിയുള്ളൂ. അത്രയാണ് ഈ പ്രതിപാദനത്തിനുള്ള ഫലം, സ്വാധീനം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നോട് ആരോ പറഞ്ഞു, സ്വാമിജി മനസ്സ് ബുദ്ധി ഇതിനെപ്പറ്റി കൂടുതൽ പറയരുത്. പിന്നെ വേറെ എന്താ നിങ്ങളോട് പറയുക? ഭൂമിയെ പറ്റിയും കാറ്റിനെ പറ്റിയും വെള്ളത്തിനെ പറ്റിയും അഗ്നിയെ പറ്റിയും ആകാശത്തെ പറ്റിയും നിങ്ങളുടെ കാറും നിങ്ങളുടെ കുടുംബത്തെയും കുട്ടികളെയും പറ്റിയിട്ടാണോ സംസാരിക്കേണ്ടത്? അല്ല അല്ല അല്ല. നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഉൾമഹിമയെ പറ്റിയാണ് സംസാരിക്കേണ്ടത്. എങ്ങനെ ശ്രീരാമനോട് ഉൾമഹിമയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ആ മഹിമ തൻ്റെ മനസ്സിൽ തട്ടി. ആ തട്ടിയ മാത്രയിൽ വസിഷ്ഠ മഹർഷിയുടെ സംഭാഷണം പോലും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരാത്മാവിൻ്റെ അടിത്തട്ടിൽ അമർന്ന് ലയിച്ച് ഉൾപൂർണനായിരുന്നത്. ആ ഉൾപൂർണത രചിക്കുന്നതാണ് ഈ യോഗവാസിഷ്ഠ രാമായണം. ലോകത്തെ അതിൻ്റെ പാട്ടിൽ വിട്ടേക്കൂ. ഋതുഭേദങ്ങളോടുകൂടി വർഷം വന്നു പൊക്കോട്ടെ, മാസങ്ങളും ആഴ്ചകളും ദിനങ്ങളും മണിക്കൂറുകളുമെല്ലാം. അത് ലോകത്തിൻ്റെയാണ്. ആ ചക്രത്തിന് അനുസരിച്ച് ജീവിക്കാനേ നമുക്ക് പറ്റൂ. അതാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ ലോകവും ലോകജീവിതവും ദേഹത്തിൻ്റെ ഭാഗമായി നടന്നുകൊള്ളട്ടെ.
നമ്മുടെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും അടങ്ങുന്ന അന്തരാത്മാവുണ്ടല്ലോ, അത് ഈ ലോക വിലക്ഷണമാണ്. അതിൽ നിന്ന് കാമധേനു പോലെ നമുക്ക് എന്തെല്ലാം വേണമോ അതൊക്കെ കറന്നെടുക്കാൻ നമുക്ക് സാധിക്കും. ആ കറക്കാണ് ഇവിടെ വസിഷ്ഠ മഹർഷി ചെയ്യുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ് രാമനോട് ദർശനശാസ്ത്രങ്ങൾ മുഴുവൻ ഓരോന്നോരോന്നായി അവതരിപ്പിക്കുന്നു. ആ ദർശനശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്, ഞാൻ എപ്പോഴും അതിനെ വിളിക്കുന്നത് ദ ഫിലോസഫി ഓഫ് എക്സ്പീരിയൻഷ്യലിസം എന്നാണ്. നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവും എക്സിസ്റ്റൻഷ്യലിസം എന്നൊരു വെസ്റ്റേൺ ഫിലോസഫി ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് എക്സ്പീരിയൻഷ്യലിസം. നമ്മുടെ ജീവിതം അനുഭവാത്മകമാണ്. ഇറ്റ് ഈസ് എക്സ്പീരിയൻഷ്യൽ ഇൻ നേച്ചർ. അനുഭവമാണ് സദാ. വെളുപ്പാങ്കാലത്ത് ഉണരുന്നതോടുകൂടി നമ്മുടെ അനുഭവം തുടങ്ങുകയായി. എപ്പോ? കാലത്ത് ഉണരുന്നതോടുകൂടി. ആ അനുഭവം മുഴുവൻ നിന്നു പോണു ഉറങ്ങുന്ന സമയത്ത്. അങ്ങനെ ഉണർന്ന് ഉറക്കം വരെ ഇതിന് ജാഗ്രത് അവസ്ഥ എന്നാണ് പറയുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ. അവിടെ നമുക്കൊരു ദേഹമുണ്ടെന്ന് നാം ഉണരുന്നു, ഇന്ദ്രിയങ്ങളുണ്ടെന്ന് ഉണരുന്നു, ഇന്ദ്രിയങ്ങളിലൂടെ ലോകവസ്തുക്കളെ ഗ്രഹിക്കുന്നു, ഗ്രഹിച്ച ലോകവസ്തുക്കളുമായി സമ്പർക്കം നടത്തുന്നു. പക്ഷെ ഇതൊക്കെ നടക്കുന്നത് ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ്. എങ്ങനെയാണോ ഉണർന്ന് വ്യവഹാരങ്ങൾ തുടർച്ചയായി നടത്തിയത്, അതേപോലെ ഈ വ്യവഹാരങ്ങൾ മുഴുവൻ നിർത്തി ആ വ്യവഹാരത്തിൻ്റെ പ്രതിച്ഛായകൾ എന്തെല്ലാം മനസ്സിലുണ്ടോ അതിനെ മുഴുവൻ ബോർഡിൽ എഴുതിയത് മായ്ക്കണ മാതിരി മാച്ച്, ഒന്നുമറിയാതെ ദേഹത്തെയും മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ലോകത്തിനെ പറ്റി പറയേ വേണ്ട, എല്ലാം മറന്ന് ഞാൻ ഉറങ്ങി സുഖമായി എന്ന് മാത്രം പറയാൻ പറ്റുന്ന തരത്തിൽ എണീക്കുന്നു. 24 മണിക്കൂർ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉണർന്നിരിക്കുന്ന 16-17 മണിക്കൂറേ ഈ ദേഹവും ഈ ലോകവും ഉള്ളൂ. എങ്ങനെ ഈ ദേഹവും ലോകവും ഉണ്ടോ അതേപോലെ അത് ഇല്ല എന്ന അനുഭവത്തിൽ 7-8 മണിക്കൂർ നാം ആണ്ട് കിടക്കുകയാണ്. അപ്പം നിങ്ങൾ പറയൂ എൻ്റെ കൂട്ടരെ, ബുദ്ധി ഉപയോഗിച്ച് ഈ ലോകമുണ്ടോ അതോ ഇല്ലയേ? ഉണ്ടെങ്കിൽ 24 മണിക്കൂർ വാഴുന്ന നമ്മളിൽ 24 മണിക്കൂറും ഈ ലോകം അനുഭവിക്കപ്പെടണ്ടേ? അതിൽ 16-17 മണിക്കൂറല്ലേ അനുഭവമുള്ളൂ. ഇതെങ്ങനെ അനുഭവിക്കുന്നുവോ അങ്ങനെ അത് ഇല്ല എന്ന അനുഭവമാണ് അപ്പുറത്ത് 8 മണിക്കൂർ. 1 മിനിറ്റ് പോലും ഇല്ല എന്നുള്ള അനുഭവം വന്നാൽ ഇതിന് നിക്കക്കള്ളിയില്ലല്ലോ. അപ്പോൾ 8 മണിക്കൂർ വരെ ഈ ലോകപ്രതീതി തുടച്ചു മാറ്റി തിരോധാനം ചെയ്തു പോകുമ്പോൾ ഈ ലോകത്തിനെ എങ്ങനെ മുദ്ര കുത്തണം എന്നുള്ള ചോദ്യമാണ് രാമനെ ഉൾമഗ്നനാക്കിയത്. 16 വയസ്സുള്ള രാമനെ. അപ്പോൾ 25, 30, 40, 51, 65 വയസ്സായ നിങ്ങൾക്കും അതേപോലെ ഒരു ഉൾമഗ്നത വരണ്ടേ? ഈ ജാഗ്രത അവസ്ഥ ഉള്ളതുപോലെ ഓരോ ജാഗ്രത്തിനും അതിന് മുൻപിലും പിൻപിലും ഉറക്കമുണ്ട്. ഒരു ജാഗ്രത്തിന് 2 ഉറക്ക, മുൻപിലൊരു ഉറക്കം, പിന്നിലൊരു ഉറക്കം. ആ ഉറക്കത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ നമുക്ക് സ്വപ്നമുണ്ടാവും. ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ ജാഗ്രതയിലുള്ള ലോകത്തെ പോലെ ഒരു ലോകമാണ്. പക്ഷെ ആ ലോകം അവിടെ ഒറ്റയ്ക്ക് ഉറങ്ങുന്നവൻ മാത്രം അനുഭവിക്കുന്നു. ആ ലോകത്തെ ഉണ്ടാക്കിയത് ആരാ? ഒരു സംശയവും ഇല്ല, ഉറങ്ങുന്നവൻ്റെ ഉള്ളിൽ മാത്രമാണ് ആ ലോകം. അപ്പൊ ഉറങ്ങിയത് ആരാ? ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. പിന്നെ ഉറങ്ങിയത് ആരാ? ഇതൊന്നുമല്ലാത്ത ഒന്നുണ്ട്, ഞാൻ. ആ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ഉറക്കത്തിൻ്റെ ഭാഗമായി രചിച്ച സ്വപ്നമാണ്. ആ സ്വപ്നരചനയിൽ ഈ ഞാൻ ഒഴികെ വേറെ ഒന്നും പങ്കാളിയല്ല. പുറമേ നിന്നുള്ള ഒരു സാധനമോ ഒരു സഹായമോ ഈ ഉറങ്ങിക്കിടക്കുന്നവൻ സ്വപ്നലോക രചനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നില്ല, എടുക്കുന്നില്ല. അപ്പം തൻ്റെ ഉള്ളിൽ ഈ ഉറങ്ങി അജ്ഞാതമായി കിടക്കുന്ന ഈ വിശേഷപ്പെട്ട പൊരുളിന് സൃഷ്ടിശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ എന്നോട് ഇപ്പം പറയണം. ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുക മാത്രമാണോ? ആ ഉറങ്ങുന്നവൻ്റെ ഉള്ളിൽ ഈ ലോകത്തെ പോലെ ഒരു മറുലോകം, സമാന്തരമായ ഒരു ലോകം രചിക്കാനുള്ള ശക്തിയും കഴിവും സാധ്യതയും മികവും എല്ലാം ഉണ്ടോ ഇല്ലേ എന്ന് ആലോചിച്ച് മറുപടി പറയും. ഇതാണ് ദ ഫിലോസഫി ഓഫ് എക്സ്പീരിയൻഷ്യലിസം.
ഈ ലോകത്തിൻ്റെ ക്രിയേറ്റർ, ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവ് എവിടെയാ? ഈ ലോകത്തിൻ്റെ ഉള്ളിലോ പുറത്തോ ആണോ? അതോ ഈ ലോകത്തെ കാണിച്ചു തരുന്ന നമ്മുടെ ഉള്ളിലോ? ലോകം നമ്മളെ കാട്ടിത്തരുന്നില്ല. നമ്മളാണ് ലോകത്തെ നമുക്കും ബാക്കിയുള്ളവർക്കും കാട്ടിക്കൊടുക്കുന്നത്. ഈ ലോകം ദൃശ്യമാണ്, കാണപ്പെടുന്നതാണ്. കാണുന്നവൻ നമ്മളാണ്. ഈ ലോകം ഒരിക്കലും ഒന്നിനെയും കാണുന്നില്ല. അത് ജഡമാണ്, പഞ്ചഭൂതങ്ങളാണ്. ഭൂമി ജഡം, വെള്ളം ജഡം, കാറ്റ് ജഡം, അഗ്നി ജഡം, ആകാശവും ജഡം. ഇങ്ങനെ ജഡമല്ലാത്തൊരു വസ്തു ഈ ലോകത്തിലില്ല. ഉണ്ടെങ്കിൽ അത് ഉണർവുള്ള ജീവജാലങ്ങൾ മാത്രമാണ്. അതിൽ ശ്രേഷ്ഠനാണ് മനുഷ്യൻ. ശ്രീരാമന് ഈ തത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സൃഷ്ടി എന്ന് പറയുന്നത് എവിടുന്നുള്ള കൈവേലയാണ്? നമ്മുടെ ഉള്ളിൽ നിന്ന്. അതിൻ്റെ സ്രോതസ് എവിടെ? നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? ഉണ്ട്. ഈ ലോകം നമ്മുടെ മുൻപിൽ ഒന്നിനും കൊള്ളാത്ത ജഡമാണ്. ആ ജഡലോകത്തെ വച്ച് ചേതനാത്മകരായിരിക്കുന്ന നമ്മളാണ് അതിൽ പലതും ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കിയ റോഡ്, നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. മനുഷ്യലോകത്തിലുള്ളത് മുഴുവനും ദൈവം തന്നത് പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ്റെ ഉണർവിൻ്റെ മെടുക്ക് കൊണ്ടാണ്. അങ്ങനെ വിശേഷപ്പെട്ട ഈ ഉറക്കത്തെ പറ്റി നല്ല പോലെ മനസ്സിലാക്കി കൊടുത്തു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന് പറയുന്ന 3 അവസ്ഥകളാണ് നമുക്ക്. ആർക്ക് ജാഗ്രത ഉണ്ടോ അവർക്ക് തന്നെയാണ് സുഷുപ്തി, അതേ ആൾക്ക് തന്നെയാണ് സ്വപ്നം. ഈ 3 അവസ്ഥകളിൽ ജാഗ്രത്തിൽ മാത്രം പ്രകടമാകുന്നതും പ്രതിഭാസിക്കുന്നതുമാണ് ഈ കാണുന്ന പഞ്ചഭൗതിക ലോകം. 8 മണിക്കൂർ നേരം അതിന് നിൽക്കക്കള്ളിയില്ല. അങ്ങനെ 8 മണിക്കൂർ നേരം ഇല്ലാതെയായി 16 മണിക്കൂർ നേരം നമുക്ക് നിലകൊള്ളുന്ന ഈ ലോകം പഠനാർഹമാണോ അല്ലയോ എന്നാണ് ചോദ്യം. അതിനെപ്പറ്റി ഗവേഷണം വേണമോ വേണ്ടയോ എന്ന് ചോദിക്കണം. നാം ആവശ്യപ്പെടുന്നത് മുഴുവൻ നമുക്ക് പുറമേ നിന്ന് കിട്ടുമോ അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണമോ കിട്ടാൻ? നിങ്ങളുടെ വീക്ഷണം ആകെ മാറണം കൂട്ടരെ, ആകെ മാറണം. ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാവണം നിങ്ങളുടെ ചിന്താഗതിയിൽ. നാം ആവശ്യപ്പെടുന്നത് ഈ ലോകത്തിലെ അണുമാത്രമില്ല. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ രചനയാണ്. മനസ്സ് ലോകത്തിൻ്റെ ഭാഗമല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. എനിക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ മനസ്സ്. എൻ്റെ ഉള്ളിൽ നടക്കുന്നത് വേറെ ഒരൊറ്റ ആൾ പെറ്റ അമ്മയ്ക്ക് കാണാൻ പറ്റില്ല, ഈശ്വരന് പോലും കാണാൻ പറ്റില്ല. എൻ്റെ ഉള്ളിലാണ് നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്. ഈ ലോകം എൻ്റെ മുൻപിൽ ദൃശ്യമാണ്, ഞാൻ ദ്രഷ്ടാവാണ്. ദ്രഷ്ട എന്നുള്ള നിലയ്ക്ക് എൻ്റെ അളവ് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൊച്ചു കണ്ണുകൾ കൊണ്ട് നോക്കിക്കാണുന്ന ഞാൻ, അതിൻ്റെ ഒരു പതിപ്പ് എൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഞാൻ, ആ പതിപ്പിനെ മാത്രം അനുഭവിക്കുന്ന ഞാനാണോ ഇവിടെ മീതെ അതോ കാണപ്പെടുന്ന ജഡലോകമോ എന്നൊരു ചോദ്യമുണ്ട്. ദ്രഷ്ട ഒരിക്കലും ദൃശ്യമാകില്ല, ദൃശ്യം ഒരിക്കലും ദ്രഷ്ടാവുമാവില്ല. ദ്രഷ്ടാവാണ് സബ്ജക്റ്റ്, ദൃശ്യമാണ് ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റ് സബ്ജക്റ്റിലാണ് നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ നിൽപ്പ് നിങ്ങളുടെ ഉള്ളിലാണ്, പ്രത്യേക രൂപത്തിലാണ് ലോകം നിൽക്കുന്നത്. ആ ലോകം നിൽക്കുന്നത് അതിന് ആധാരം ഞാൻ, താൻ ഉണ്ടെങ്കിലേ തനിക്ക് ലോകമുള്ളൂ. ലോകമില്ലെങ്കിലും ഞാൻ നിൽക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് ലോകമില്ലാതെ. നമ്മൾ രണ്ടാളിൽ ഞാനും എൻ്റെ ലോകവും, ഈ രണ്ടും തമ്മിൽ സ്വതന്ത്രമായി എപ്പോഴും നിലനിൽക്കുന്നത് ഞാനോ അതോ ലോകമോ? ലോകം ജാഗ്രത അവസ്ഥയിലേ ഉള്ളൂ. ഞാൻ ജാഗ്രതത്തിലുമുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. അപ്പൊ ശാശ്വതമായ നിൽപ്പ് എനിക്കോ ലോകത്തിനോ? അല്ല. ഈ അറിവ് നിങ്ങൾക്ക് വന്നാൽ ആ അറിവിൻ്റെ മുൻപിൽ മനസ്സ് കൊമ്പുകുത്തണം. എല്ലാം നിങ്ങൾ പൊളിച്ചെഴുതണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അധീശനായി ജീവിക്കണം, അടിമയായി ജീവിക്കരുത്. ഈ ലോകത്തിനെ സാരമാക്കി നമ്മളെ നിസ്സാരമാക്കുന്ന ദുസ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ല, അത് വേണ്ട, അത് ശരിയല്ല. ഞാനാണ് കാണുന്നവനാണ് കാണപ്പെടുന്നതിനേക്കാൾ മീതെ. കാഴ്ച കാണുന്നവനിലാണ്, കാണുന്നവന്റെ പ്രക്രിയയാണ് കാഴ്ച. അത് നടക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ദർശനം എന്ന് പറയുന്നത് ദ്രഷ്ടാവിൻ്റെയാണ്, ദ്രഷ്ടാവിനുള്ളതാണ്.
ഈ തത്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ സുഷുപ്തിയിലുള്ള ശാന്തതയൊക്കെ മനസ്സിലാക്കി ഈ ലോകത്തിനെ മാറ്റാനുള്ള ശക്തി നമുക്കുണ്ട്. ജാഗ്രതയിലായാലും തത്വവിചാരം ചെയ്യുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതീതികൾ ആകെ ആകെ ചുരുളഴിഞ്ഞ് ഉടുത്ത വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നത് മാതിരി മനസ്സിലുള്ള പ്രതീതികളെല്ലാം പോയി 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 നമ്മുടെ ഉള്ളിൽ നമ്മുടെ തനിമ ഉദിക്കും. ആ തനിമ ഉദിച്ചാൽ അതിൻ്റെ വെളിച്ചത്തിൽ വേണം രാമാ ജീവിക്കാൻ. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന സ്ഥിതം സദാ ജാഗ്രതിതേന ചേതസ കലാന്വിതോ വിധുരിവയഃ സദാ മുദാ നിഷേവ്യതേ മുക്ത ഇതീഹസസ്മൃത. എന്താ ഇവിടെ പറയണത്? ശ്രീരാമ, സുഷുപ്തവത്, ഉറങ്ങിക്കിടക്കുന്നവൻ എങ്ങനെ കിടക്കുമോ? പ്രശമിത ഭാവവൃത്തിന, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള മനോവൃത്തികൾ ആകെ പ്രശമിതമാവണം. ഈ തത്വവിചാരം കൊണ്ട് മാത്രമേ മനസ്സിന് ശാന്തി ഉണ്ടാവൂ. മനസ്സ് ശാന്തമാകണമെങ്കിൽ ശാന്തമാക്കാനുള്ള തത്വവിചാരം ബുദ്ധിയിലുള്ള ആലോചന പ്രയോഗിക്കണം. അതുകൊണ്ട് നീ എന്തു വേണം? നിന്റെ മനോവൃത്തികളെല്ലാം അതിൻ്റെ രൂക്ഷതയും കാഠിന്യവും എല്ലാം വിട്ട് പ്രശമിതമാകട്ടെ, ശാന്തമാകട്ടെ. സ്ഥിതം സദാ ജാഗ്രതിതേന ചേതസ, അങ്ങനെ പ്രശാന്തമായിരിക്കുന്ന മനസ്സോടുകൂടി ശാന്തഗംഭീരനായി ജാഗ്രത അവസ്ഥയിൽ മുഴുവനും നീ വ്യവഹരിക്കുക. എന്തെല്ലാം വേണമോ അത് മുഴുവൻ ചെയ്യുക. ഭയപ്പെട്ടോ മോഹിച്ചോ ഭ്രമിച്ചോ വേറെ എന്തെങ്കിലും കാരണത്താലോ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരിക്കരുത്. നിന്റെ മുൻപിൽ സാധ്യമല്ലാത്ത ഒന്നും ഉണ്ടാവരുത്. എല്ലാം സാധ്യമാവണം. എല്ലാം സാധ്യമാക്കുന്നതാണ് ഈ ദർശനം. മനസ്സിൻ്റെ ഇടുക്കങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അത് വികസിതമാവുന്നു. വികസിച്ച മനസ്സിൻ്റെ മാനം പരിമാണം എത്രയുണ്ട്? ആകാശവല്ലേപവിദൂരഗോഹം, ആകാശത്തെ പോലെയാകും. ആ കിണർ മനസ്സ് കുളം പോലെയാകും. കുളം മനസ്സ് തടാകം പോലെയാവും. തടാക മനസ്സ് സമുദ്രസമം പോരാ, ആകാശസമം. ആകാശസമം, ആ ആകാശസമമായിരിക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ മുൻപിൽ ഈ ലോകം എന്താ? ബാഹ്യാകാശത്തിൻ്റെ ഉള്ളിലുള്ള ഗോളങ്ങളെല്ലാം എങ്ങനെ കിഴുതാളം മറിഞ്ഞാലും ആകാശത്തിന് വല്ലതും സംഭവിക്കുമോ? സംഭവിക്കില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെല്ലാം നടക്കുന്നുവോ ഒന്നും നിങ്ങൾക്ക് സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. എങ്ങനെ ചിന്തകൾ വന്നുവോ അതുപോലെ ആ ചിന്തകൾ അസ്തമിച്ചോളും. ഉള്ളിൽ വിരിയുന്നു, ഉള്ളിൽ നിൽക്കുന്നു, ഉള്ളിലില്ലാതെ ആവുന്നു. ഏതെങ്കിലും ഒരു ചിന്ത 1 മണിക്കൂറോ 2 മണിക്കൂറോ 1 കൊല്ലോ നിൽക്കാറുണ്ടോ? വന്നു മറഞ്ഞു, വന്നു മറഞ്ഞു. കോടാനുകോടി ചിന്തകൾ വന്നു. മനസ്സിനെന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തു വേണമെങ്കിൽ വന്നോട്ടെ. സുഷുപ്തവത് പ്രശമിത ഭാവവൃത്തിന സ്ഥിതം സദാ ജാഗ്രതിതേന ചേതസ കലാന്വിതോ വിധുരിവയഃ സദാ മുദാ. അങ്ങനെ എന്തു വന്നാലും നീ എങ്ങനെ ഇരിക്കണം? സൂര്യൻ ഒരേപോലെയുള്ള ഗോളമാണ്, ചന്ദ്രൻ അതുപോലെയല്ല. ചന്ദ്രൻ്റെ കലകൾ വന്നും പോയും ഇരിക്കുന്നു. ശുക്ലപക്ഷം കൃഷ്ണപക്ഷം എന്ന് 2 പക്ഷമുണ്ട്. അമാവാസിക്ക് തീരെ കാണാതെയും പോകും. പിറ്റേ ദിവസം ഒരു കലയോടുകൂടി വരും. അങ്ങനെ കലകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന് എന്തെങ്കിലും തരത്തിലൊരു കോട്ടം സംഭവിക്കുന്നുണ്ടോ? ഒരു കലയുള്ളപ്പോഴും ചന്ദ്രൻ പ്രകാശരൂപിയാണ്. പൂർണ്ണ കലകൾ ഉള്ളപ്പോഴും പ്രകാശം തന്നെയാണ്. ആ പ്രകാശത്തിന് ഒരു കുറവും വരണില്ല. വെളിച്ചം എപ്പോഴെങ്കിലും ഇരുട്ടാവോ? ചെറിയൊരു ചെരാത് കൊളുത്തി വെച്ചാലും അത് വെളിച്ചമല്ലേ? വലിയൊരു ബൾബിട്ട് പ്രകാശിപ്പിച്ചാലോ അതും പ്രകാശം തന്നെ. അങ്ങനെ നമുക്ക് എന്തെല്ലാം ഏറ്റക്കുറവ് വന്നാലും അണ്ടുലേഷൻസ് ഉണ്ടായാലും കലാന്വിതോ വിധുരിവ, കലകൾ വന്നു പോകുന്ന ചന്ദ്രനെ പോലെ സദാ മുദാനിഷേവ്യതേ, നിന്നെ എപ്പോഴും സന്തോഷം സേവിക്കണം. സന്തോഷം നിന്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോകരുത്. നിന്റെ മനസ്സ് സന്തോഷ സ്വരൂപിയാണ്. ഒരു കലയായാലും ചന്ദ്രന് പ്രകാശമുള്ളതുപോലെ നിന്റെ മനസ്സ് എപ്പോഴും സന്തുഷ്ടമാണ് രാമ, സന്തുഷ്ടമാണ്. അതിൻ്റെ സന്തുഷ്ടിക്ക് മനോവൃത്തികൾ വരുന്നതോടുകൂടി കുറച്ച് ആട്ടമോ ഉലച്ചലോ കുറവോ കോട്ടമോ വരാം.
പക്ഷെ അങ്ങനെ വന്നതുകൊണ്ട് നീ സന്തുഷ്ടനല്ലാതെ ആകുന്നില്ല. കലാൻവിതോ വിദുരിവയ സദാ മുദ നിഷേവ്യതേ. ആ ആളെയാണ് മുക്ത ഇതീഹ സസ്മൃത. ആ ആളാണ് മുക്തൻ. എന്താണ് ഇതിൻ്റെ സന്ദേശം? അധ്യാത്മത്തിൻ്റെ പേരും പറഞ്ഞ് കാട്ടിലേക്ക് ഓടിപ്പോയി കാഷ്ട തപസ്വികൾ ആരുമാകരുത്. അധ്യാത്മം എന്ന് പറഞ്ഞാൽ ആത്മസമ്പന്നതയാണ്. ആത്മാന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവാണ്. ആ ഉണർവിൻ്റെ കേന്ദ്രബിന്ദുവാണ് ഞാൻ എന്ന് പറയുന്ന ഉൾബോധം. ആ ഞാൻ എന്ന് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ആത്മാ. ആ ആത്മമഹിമയെ ഉണരുന്നതാണ് അധ്യാത്മം. ആ ആത്മാ ഈ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥയിലും അതിന് മങ്ങലില്ല. അവസ്ഥകളാണ് വന്നു പോകുന്നത്. ആ അവസ്ഥകൾ അനുഭവിക്കുന്നവനും ആനയിക്കുന്നവനുമായ ഞാന് പോക്കും വരവുമില്ല. അപ്പൊ നീ പോക്കും വരവുമില്ലാത്തവനാണ്, ഉദിച്ച് അസ്തമിക്കാത്തവനാണ്. എന്ത് വരവും പോക്കും ഉണ്ടായാലും അതിൽ നീ വലുതേ പൂവേ ചെയ്യുന്നില്ല. അങ്ങനെ പ്രശാന്ത ഗംഭീരനായി ഉണർവിൻ്റെ മഹിമയാൽ മനസ്സിൽ വരുന്ന മനോവൃത്തികളെയെല്ലാം പ്രശമിപ്പിച്ച് ഉറക്കത്തിൽ എന്നതുപോലെ ഉണർന്നു വാഴണം. ഉറക്കത്തിൽ എന്നതുപോലെ ഉണർന്നു വാഴണം. ഈ ലോകം മുഴുവനും എൻ്റെ ഉള്ളിലാണ് പ്രതിഫലിക്കുന്നത്. അതിനെ പ്രതിഫലിപ്പിക്കുന്നവൻ ഞാനാണ്. ഞാൻ എല്ലാറ്റിനെയും കാണുന്നവൻ ദ്രഷ്ട. ഈ വന്നു പോകുന്നതെല്ലാം ദൃശ്യം. ദൃശ്യം ഒരിക്കലും ദ്രഷ്ടാവില്ല, ദ്രഷ്ടാ ഒരിക്കലും ദൃശ്യവുമാവില്ല. ഞാൻ എൻ്റെ ദൃഷ്ടമഹിമയിൽ ആണ്ടിരിക്കുന്നു. എൻ്റെ ലോകപ്രതീതികളെ നിങ്ങൾ ഇഷ്ടം പോലെ വന്നോളൂ, ഇഷ്ടം പോലെ പൊക്കോളൂ. നിങ്ങൾക്കൊക്കെ ദ്രഷ്ടാവാണ് ഞാൻ. ദൃശ്യം ദൃശ്യത്തിൻ്റെ പാട്ടിൽ കഴിയട്ടെ എന്ന് പറഞ്ഞ് സ്ഥിരതയോടുകൂടി സന്തോഷ സാമ്രാജ്യത്തിൽ വാഴണം രാമ. ഏഴത്തം വേണ്ട, പോഴത്തം വേണ്ട. നമുക്ക് ധാരാളിത്തം മതി, നമുക്ക് സൗലഭ്യം മതി. പിച്ചത്തരം വേണ്ട, പ്രഭുത്വമുണ്ടാവട്ടെ. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്സാണ്, മനസ്സാണ്, മനസ്സാണ്. നീ എന്തു വേണമെന്നറിയോ? മഹാകർത്ത, മഹാഭോക്ത, മഹാത്യാഗി ഭവാനഘ. സർവാഹ ശങ്കാ പരിത്യജ്യ ധൈര്യമാലംബ്യ ശാശ്വതം. കേൾക്കണുണ്ടോ കൂട്ടരെ നിങ്ങള്? ശ്രീരാമന് 16 വയസ്സുള്ളപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്. രാമ, മഹാകർത്താവായി വാഴ്. ഒരു പ്രവൃത്തിയെയും കണ്ട് പേടിക്കരുത്, മോഹിക്കരുത്. നിന്റെ മനസ്സിനെ ആഗ്രഹം തീണ്ടരുത്. ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അപൂർണനാണെന്ന് സമ്മതിക്കലാണ്. നമുക്ക് വേണ്ട പൂർണ്ണത്വം നമ്മുടെ ഉള്ളുണർവ് നമുക്ക് പ്രദാനം ചെയ്യും. അത് പൂർണ്ണമാണ്. അപ്പോൾ ഉൾപൂർണതയെ വേണ്ടതുപോലെ മനസ്സിലാക്കി അനുഭവിച്ച് ആ ഉൾപൂർണതയുടെ വെളിച്ചത്തിൽ ഈ ലോകത്തെ നിസ്സാരമാക്കി കണ്ടങ്ങട് മഹാകർത്ത. എല്ലാവരും പേടിച്ച് പിന്മാറുന്ന പ്രവൃത്തിയിൽ നിന്ന് നീ പിന്മാറരുത്. നിന്റെ മനസ്സിനെ എന്തു തന്നെ വന്നാലും തീണ്ടരുത് ആഗ്രഹം. എന്തും ചെയ്യാൻ മനസ്സിൻ്റെ ഇടുക്കങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ആഗ്രഹം, ദുരഭിമാനം, ആശ, പല വിധത്തിലുള്ള മമത പലതും ഉണ്ടല്ലോ. അതൊക്കെ അങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ മനസ്സ് ആകാശസമം ഉല്ലാസമായി തീരും. അങ്ങനെ വലിയ മനസ്സോടുകൂടി പ്രവർത്തിക്കുക, ചെറിയ മനസ്സോടുകൂടിയല്ല. ശരീരത്തിൻ്റെ വളർച്ച മാത്രമാണ് 21 വയസ്സിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു അഡൾട്ടായി നമുക്ക് വളരാനുള്ളിടം ഉള്ളാണ്. അപ്പം മനസ്സിന് യാതൊരു കുറവുമില്ല. അവസാനത്തെ ശ്വാസം വരെ മനസ്സിന് വികാസം സംഭവിക്കാൻ വിരോധമില്ല. അപ്പോൾ മഹാകർത്ത, അതുമാതിരി മഹാഭോക്ത. ചില്ലറ നിങ്ങൾ ഒരു ചെറിയ വീട് കെട്ടി 2 കുട്ടികളും അച്ഛനും അമ്മയായി വാഴുന്നു. ഇത് നമ്മുടെ പ്രാപ്തിയുടെ വളരെ ചുരുക്കമാണ്. നിങ്ങൾക്ക് എത്ര വലിയ വീടും ഒരു രാജാവായി, എല്ലാവരും മക്കളായി, അനവധി കുടുംബങ്ങളെ പോഷിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും അധിപനായി വാഴണമെങ്കിൽ അത് വലിയൊരു കൂട്ടുകുടുംബത്തിൻ്റെ ചുമതലക്കാരനാണ്. അങ്ങനെ എല്ലാം അനുഭവിച്ചോളൂ. എല്ലാവരുടെ ദുഃഖവും നിങ്ങളുടെ ദുഃഖമാകട്ടെ, എല്ലാവരുടെ സുഖവും നിങ്ങളുടെ സുഖമാകട്ടെ. നിങ്ങളോ സുഖദുഃഖത്തിന് അതീതരായി വാഴൂ, രണ്ടിനെയും സമമായി കാണൂ. മഹാത്യാഗി, ത്യാഗികളിൽ വെച്ച് അത്യുത്തമനാവണം. എന്താണ് ത്യാഗം? പുറം സാധനങ്ങളെ ഉപേക്ഷിക്കുന്നത് ത്യാഗമല്ല. ത്യാഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദുർഗുണങ്ങളെ വിടലാണ്.
മമതയെ വിടലാണ്, അഹങ്കാരത്തെ വിടലാണ്, അഭിമാനത്തിന് വിടലാണ്, ആശകളെ വിടലാണ്. സൂക്ഷ്മതലത്തിലാണ് ത്യാഗം. ആ സൂക്ഷ്മ വസ്തുക്കളെയാണ് ഉപേക്ഷിക്കേണ്ടത്, പുറം വസ്തുക്കളെയല്ല. അങ്ങനെ മഹാത്യാഗിയായി ധൈര്യം ആലംബ്യ ശാശ്വതം, ശാശ്വതമായ ധൈര്യം ആശ്രയിച്ച് കഴിയൂ. ശുഭാശുഭേഷു കാര്യേഷു ധർമാധർമ്മൈഃ കുശങ്കയാ മതിർന ലിപ്യതേ യസ്യ മഹാകർത്താ സൗച്യതേ. എൻ്റെ കൂട്ടരെ, ഞാൻ എപ്പോഴും അതിശയിക്കുന്ന ഒരു കാര്യമാണ്, ആർക്കും അറിയില്ല ശരീരത്തിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ടെന്ന്. ആ മനസ്സിനെ വെച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ച് വസിഷ്ഠ മഹർഷി നടത്തിയിട്ടുള്ള പരിഗണന എത്രയെത്ര വിശേഷപ്പെട്ടതാണെന്ന് പറയും. എല്ലാറ്റിനും വിവരണം, വർണ്ണന, എല്ലാറ്റിനെയും വളരെ സ്പെസിഫൈ ചെയ്ത് പറയുക. ശുഭാശുഭേഷു കാര്യേഷു, ശുഭവും അശുഭവുമായിട്ടുള്ള കാര്യങ്ങളിൽ ശുഭം തേടി അശുഭം വിട്ടുകളയാൻ നോക്കരുത്. ധർമാധർമ്മൈ കുശങ്കയ, ധർമ്മം അധർമ്മം എന്നുള്ള കുസന്ദേഹം നമുക്കുണ്ടാവരുത്. മതിർന്ന ലിപ്യതേയസ്യ, ആരുടെ മനസ്സാണോ ലേപനമില്ലാതെ ഇരിക്കുന്നത് അയാളാണ് മഹാകർത്ത. മഹാന്തി സുഖദുഃഖാനി യപയാംസീവ സാഗര. സുഖദുഃഖങ്ങൾ ഇങ്ങനെ മാറി മാറി തിരമാല പോലെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ എന്തു തന്നെ വന്നാലും വിശാലമായ സമുദ്രത്തിൽ മഴ പെയ്ത് ആ മഴയുടെ വെള്ളം എത്രയുണ്ടോ അത് മുഴുവനും എത്ര വന്നാലും സമുദ്രം കരകവിഞ്ഞൊഴുകുന്നില്ല. അതുപോലെ സമുദ്ര സമമായ ഒരു മനസ്സോടുകൂടി എത്ര സുഖങ്ങളെ നിങ്ങൾ വേണമെങ്കിൽ വന്നോളൂ, എത്ര ദുഃഖങ്ങളെ നിങ്ങൾ വന്നോളൂ, ഞാൻ നിങ്ങൾക്കെല്ലാം വരാൻ ഒരു ഇടമായിതാ നിൽക്കുന്നു. വന്നു കയറിൻ എന്ന് പറഞ്ഞ് എന്തു തന്നെ വന്നാലും അനുഭവിക്കാനുള്ള തയ്യാറോടുകൂടി മഹാഭോക്താവായി വാഴൂ, മഹാത്യാഗിയായി. സമം ഉപഗൃഹാതി മഹാഭോക്ത സൗച്യതേ. ഇതെല്ലാം കേട്ട് രാമൻ ആത്മമഗ്നനായി. പ്രശ്നോത്തര വിഭാഗാദി പരിപാടി വിവർജിത ആനന്ദാമൃതപൂർണാസു രോമകണ്ഠകിതാംഗക. കേൾക്കുന്നുണ്ടോ കൂട്ടരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഇനി പ്രശ്നവുമില്ല, ഉത്തരവുമില്ല, ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു. ഇനി രാമന് ഒരു ചോദ്യവും ഇല്ല. സർവ്വ ചോദ്യങ്ങളും ആ ചോദ്യം എവിടെ ഉയരുന്നുവോ അവിടെ തന്നെ അസ്തമിച്ചു. താൻ ഉൾപൂർണതയിൽ മഗ്നനാവുക. പരിപാടി വിവർജിത ആനന്ദാമൃതപൂർണാസു. പ്രാണൻ മുഴുവനും ആനന്ദം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. തൻ്റെ മിടിപ്പ് മുഴുവനും ആനന്ദമാണ്, ശ്വാസോച്ഛ്വാസങ്ങളും ആനന്ദമാണ്, സർവ്വതും. രോമകണ്ഠകിതാംഗ, മുള്ളു പോലെയാണത്ര രാമൻ്റെ ശരീരത്തിൽ രോമം. ആ രോമാഞ്ചത്തിൽ അങ്ങോട്ട് ഉയർന്നു വന്നത്. എല്ലാവരുടെ ദൃഷ്ടിയിലും മനസ്സിലായി രാമനിതാ ഇനി പറഞ്ഞാൽ കേൾക്കാൻ അവിടെ ആളില്ല. ബാഹ്യബോധം മുഴുവനും പോയി, ഉള്ളിൽ അമർന്നു കഴിഞ്ഞു. വിശ്വാമിത്രന് അയ്യത്തടാന്നായി. വിശ്വാമിത്രൻ വന്നത് എന്തിനാ? രാമനെ യാഗവിഘ്നം തീർക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ. ആ ഒരു ദൗത്യം തൻ്റെ മനസ്സിലുണ്ട്. രാമന് 16 വയസ്സേ ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 60, 70, 80 വയസ്സാണെങ്കിൽ ഒരു പക്ഷേ വിശ്വാമിത്രൻ മിണ്ടിക്കാണില്ല. ഇപ്പോൾ 16 വയസ്സായുള്ള ഒരു കുട്ടിയാണ് അങ്ങേ അറ്റത്തെ പ്രായം ചെന്നവർക്ക് പോലും കൈക്കലാക്കാൻ പറ്റാത്ത ഒരു ഉൾമഗ്നത കൈക്കലാക്കി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണം, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വസിഷ്ഠനോട് പറഞ്ഞു. വസിഷ്ഠ മഹർഷി, രാമചന്ദ്രൻ ചെറിയ കുട്ടിയാണ്, ദശരഥൻ്റെ സീമന്തപുത്രനാണ്, അദ്ദേഹത്തിന് പ്രായമായി, യുവരാജാഭിഷേകം കഴിക്കാൻ കാത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ കുട്ടിയെ ഇങ്ങനെ പിടിച്ചിരുത്തിയാൽ ഇത് നമുക്കൊരു ശോഭയല്ല. അങ്ങയുടെ ഉപദേശം വളരെ സമർത്ഥമാണ്, വളരെ ഫലപ്രദമാണ്, അതിന് ഒന്നാം തരം ദൃഷ്ടാന്തമാണ്. പക്ഷേ രാമൻ്റെ വയസ്സും വരാൻ പോകുന്ന കൃത്യങ്ങളും ചെയ്യാനുള്ളതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് എങ്ങനെയായാലും ഈ രാമനെ ഇങ്ങനെ വിടരുത് എന്ന് പറഞ്ഞു. രാമ രാമ മഹാബാഹോ മഹാപുരുഷ ചിന്മയ നായം വിശ്രാന്തികാലോ ഹി
ലോകാനന്ദകരോ ഭവ. നോക്കൂ, ഉപദേഷ്ടാവിൻ്റെ ആ ദൗത്യവും വാക്കുകൾക്കുള്ള ശക്തിയും പ്രഭാവവും ഇത് ഇന്നും ഇതേപോലെ നടക്കും. രാമ രാമ മഹാബാഹോ മഹാപുരുഷ ചിന്മയ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കൂട്ടരെ? ആ 16 വയസ്സായ കുട്ടി തൻ്റെ ഉപദേശം കേട്ട് അത് ഉൾക്കൊണ്ട് അത് മനസ്സിൽ പതിഞ്ഞ് അതിൻ്റെ ഫലം, പെട്ടെന്നുള്ള ഫലം കണ്ടതിന് ശേഷം പറയുകയാണ്, ഈ രാമൻ മഹാപുരുഷനായി കഴിഞ്ഞു. ആരാ മഹാപുരുഷൻ? മഹത്തായ അനുഭവമുള്ളവർ, സമാധി അനുഭവം ഉണ്ടായവർ. ആ മഹാപുരുഷ ചിന്മയ, എൻ്റെ രാമാ നീ ചിന്മയനാണ്. ദശരഥന്റെ സീമന്തപുത്രൻ എന്ന് പറയുന്നത് ഈ മാംസശരീരത്തെ കൊച്ചുകൊണ്ടാണ് പറയുന്നത്. നീ ആ മാംസപിണ്ഡമല്ല, അതിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്ന ഉള്ളുണർവാണ്. ആ ഉള്ളുണർവ് എന്നുള്ള നിലയ്ക്ക് നീ ചിന്മയനാണപ്പാ. നീ ദേഹമയനല്ല, മാംസമയനല്ല, ചിന്മയനാണ്. നായം വിശ്രാന്തി കാലോഹി ലോകാനന്ദകരോ ഭവ. നിനക്ക് വിശ്രമിക്കാനുള്ള കാലമായിട്ടില്ല, ചെറുപ്പമാണ്. ലോകത്തിൻ്റെ നിയമമനുസരിച്ച്, പ്രകൃതിയുടെ നിയമങ്ങളും സ്വാധീനങ്ങളും അനുസരിച്ച് എത്ര കാലം നിനക്ക് ജീവിക്കണമോ അത് ആ ജീവിക്കാനുള്ള അനുവാദം അങ്ങോട്ട് കൊടുക്കുക. പ്രകൃതി അതിൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ശരീരവും കൂടി പൂർണ്ണമായി വളർന്നിട്ടില്ല. അതുകൊണ്ട് ലോകാനന്ദകരനായി ജീവിക്കുക. നീ വേണ്ടതുപോലെ ജീവിക്കുമ്പോൾ ഈ രാജധാനി മുഴുവൻ മന്ദസ്മിതമാകും. നിന്റെ രാജ്യഭരണത്തിൽ പ്രജകൾക്ക് എല്ലാവർക്കും ഉത്തരോത്തരം തിമിർപ്പുണ്ടാവും. അവരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നീയും സ്വയം സന്തുഷ്ടനായി കഴിയൂ. യാവല്ലോകപരാമർശോ നിരൂഢോ നാസ്തി യോഗിനഃ താവദ്രൂഢ സമാധിത്വം ന ഭവത്യേവ നിർമ്മലം. നീ ഇപ്പോൾ ഇരിക്കുന്നത് പോലെയുള്ള ഈ ഉള്ളിൽ ആണ്ടിരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, ഇത് ആർക്കാ വരിക? പ്രപഞ്ചത്തിൽ ഒരു തരത്തിലുള്ള താല്പര്യമോ ഗണനയോ ഒന്നുമില്ലാതെ, ഒന്നും വേണ്ട മതി എന്ന് തോന്നുന്നവർക്കാണ് വരിക. നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ചെറുപ്പമാണ്. നിന്നിൽ നിന്ന് പല വിധത്തിലുള്ള പ്രതീക്ഷകളും അച്ഛനും കുടുംബാംഗങ്ങൾക്കും ലോകത്തിനും അയോധ്യയ്ക്കുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതിനുള്ള സമയം ആയിട്ടില്ല. തസ്മാത് രാജ്യാദി വിഷയാൻ പര്യാലോക്യ വിനശ്വരാൻ ദേവകാര്യാദിഭാരാംശ ഭജപുത്ര സുഖീഭവ. അതുകൊണ്ട് നീ എന്തു വേണം? ഉണരണം, ഉണരണം, ഉണരണം. കണ്ണു തുറക്കണം. ഇന്ദ്രിയങ്ങളെ 4 ഭാഗത്തുമുള്ള ലോകവസ്തുക്കളെ കാണാൻ അനുവദിക്കണം, സഹായിക്കണം. ദേവകാര്യാദിഭാരാംശ. സീമന്തപുത്രനാണ്. നിനക്ക് സിംഹാസനത്തിൽ ഇരുന്ന് രാജ്യം ഭരിക്കേണ്ടി വരും. വിശ്വാമിത്ര മഹർഷി ഇപ്പോൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത് മഹർഷിയുടെ യാഗം നിർവിഘ്നം നടത്താൻ വേണ്ടിയിട്ടാണ്. അതിന് രാജകുമാരൻ എന്നുള്ള നിലയ്ക്കാണ് നീ അതിന് പ്രാപ്തനാണ്, രാവണന്റെ ആൾക്കാരെ നേരിടാൻ എന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി വന്നിരിക്കുകയാണ്. വിശ്വാമിത്ര മഹർഷിയുടെ ദൗത്യം നിർവഹിക്കേണ്ട ചുമതല നിനക്കുണ്ട്. അവർ വേറെ സാധാരണ പ്രജകളുടെ വീട്ടിൽ ചെല്ലാൻ പറ്റില്ല. രാജകുമാരന്മാർക്ക് അതിനുള്ള അർഹതയുള്ളൂ, സ്ഥാനമുള്ളൂ, മഹിമയുള്ളൂ. അപ്പോൾ ദേവന്മാർക്ക് ഹിതമായിട്ടുള്ളതും പ്രജകൾക്ക് ആവശ്യമുള്ളതും നിനക്ക് തന്നെ മേന്മ വർദ്ധിപ്പിക്കുന്നതും ആയ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സുഖമായി വാഴൂ. എങ്ങനെ വാഴണം? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഏകാദപത്രമവനൗ ഗുരുനോപദിഷ്ടം സമ്യക് സുപാലയ ചിരം സമയേകദൃഷ്ട്യാ രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോകസ്ത്യാഗോ യുക്ത ഇഹ കർമ്മസു നാഭിരാഗ. ഞാൻ ഈ ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലാറുണ്ട്. എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും മതി. എത്ര കാലമാണത്? 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 65-66 കൊല്ലമായി വിശ്വവിദ്യാലയമായി സഞ്ചരിച്ച് നടക്കുന്നു. അപ്പം എനിക്ക് തോന്നും, ഈ ശ്ലോകം ഞാൻ ചൊല്ലാറുണ്ട്. ഏകാദപത്രമവനൗ ഗുരുനോപദിഷ്ടം. നീ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല നീ ജനിച്ചത് രാമ. എല്ലാവരെ പോലെ നീയും ജനിച്ചു. പക്ഷേ നിന്റെ ജന്മം അയോധ്യ രാജധാനിയിലായിപ്പോയി. കൗസല്യയ്ക്ക് സീമന്തപുത്രനായി ദശരഥൻ ജയിക്കുകയും ചെയ്തു. അപ്പം ആ സീമന്തപുത്ര സ്ഥാനമുള്ളത് കൊണ്ട് ദശരഥൻ രാജ്യം നൽകാൻ പോണത് നിനക്കാണ്. അത് നമ്മളാരും ആവശ്യപ്പെട്ടു വന്നതല്ല.
യാദൃച്ഛികമായി വന്നിട്ടുള്ളതാണ്. കണ്ണുമിഴിച്ചു നോക്കിയപ്പോൾ ദശരഥന്റെ സീമന്റെ പുത്രനാണ്. ആ പുത്രൻ എന്നുള്ള നിലയ്ക്ക് അച്ഛന് നിന്നെ പിടിച്ച് സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. പ്രജകളെല്ലാവരും അതാണ് പ്രതീക്ഷിക്കുന്നത്. അന്നത്തെ സമ്പ്രദായം അതാണല്ലോ. സമ്യക് സുപാലയ ചിരം സമയേകദൃഷ്ട്യ. ഗുരുജനങ്ങൾ ഉപദേശിക്കുന്നത് അനുസരിച്ച് വേണം ഭരണം നടത്താൻ. നിന്റെ സ്വാർത്ഥമൊന്നും അവിടെ പ്രയോഗിക്കരുത്. എന്ത് കാര്യം പ്രധാനമായിട്ട് ചെയ്യാനുണ്ടെങ്കിലും ഗുരുജനങ്ങളോടും കൂടി ആലോചിച്ച് അവരുടെ വാക്കായിരിക്കണം അവസാനം നിനക്ക് പ്രമാണം. അങ്ങനെ ഗുരുവിനാൽ ഉപദേശിക്കപ്പെട്ട് സമ്യക് സുപാലയ, അസലായി ഭംഗിയായി എല്ലാവർക്കും കേൾക്കാനും കാണാനും ചിന്തിക്കാനും വിലമതിക്കാനും വക നൽകിക്കൊണ്ട് മാതൃകാപരമായി രാജ്യം ഭരിക്കൂ. അതേസമയം സമയേക ദൃഷ്ട്യ, നിന്റെ മനസ്സിനെ സമമായ ദൃഷ്ടി എപ്പോഴും അലങ്കരിക്കണം, വഴികാട്ടിയായിരിക്കണം. രാജ്യം സമസ്ത ഗുണരഞ്ജിത രാജലോക സ്ത്യാഗോനയുക്ത. ഈ രാജ്യം, അയോധ്യ രാജ്യം എങ്ങനത്തതാ? എത്ര ഗംഭീരമായ രാജ്യം! വാൽമീകി വർണ്ണിച്ചിട്ടുണ്ട്. മന്ത്രിമാരുടെ പാലസുകളും പൗരന്മാരുടെ കെട്ടിടങ്ങളും ഞാൻ മേലെ എന്ന് പറഞ്ഞ് മത്സരിച്ച് നിൽക്കുന്നു അത്ര. അവിടുത്തെ സ്പൈയിങ് സിസ്റ്റം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അയോധ്യ രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ഉള്ളിൽ പറഞ്ഞാൽ മണിക്കൂറുകൾക്കുള്ളിൽ അത് സിംഹാസനത്തിലെത്തും അത്രേ. അയോധ്യയിലുള്ള വാട്ടർ സപ്ലൈയെ പറ്റി വാൽമീകി വിവരിക്കുന്നുണ്ട്. എത്ര വിശേഷപ്പെട്ട വാട്ടർ സപ്ലൈ ആയിരുന്നു അവിടെയെന്ന്. അത്ര നല്ല ഒരു രാജ്യമായിരുന്നു അത്. ആ രാജ്യം, എല്ലാവിധത്തിലുള്ള ഗുണഭൂയിഷ്ടമായിട്ടുള്ള രാജ്യം, അത് ഉപേക്ഷിക്കണ്ട. നീ ആവശ്യപ്പെട്ടു വരുന്നതല്ല, ദേഹത്തിൻ്റെ ധർമ്മമാണത്. അതേസമയം ത്യാഗോനയുക്ത ഇഹ കർമ്മസുനാഭി രാഗ. സിംഹാസനത്തിലാകട്ടെ വേറെ എന്തെങ്കിലും വിഷയത്തിലാകട്ടെ നിനക്ക് ഒരിക്കലും സംഘമുണ്ടാവരുത്, ഒട്ടലുണ്ടാവരുത്. സിംഹാസനം വിടേണ്ടി വന്നാൽ വിടണം. ആരെ വേണമെങ്കിലും ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ ഉപദേശിച്ചത് കണ്ടില്ലേ? ഇനി സീത മരിച്ചു എന്നിരിക്കട്ടെ, എന്നാൽ പോലും ജ്യേഷ്ഠ, നമുക്ക് കരഞ്ഞുരുണ്ടിരിക്കാനുള്ള സമയമാണോ ഇത്? നമുക്ക് ചേരുന്നതാണോ അങ്ങനെയുള്ള പ്രവൃത്തി? സീതയെ കണ്ടുപിടിക്കാനാവണം നമ്മുടെ ലക്ഷ്യം. ആ ജാഗ്രതയെ തളർത്തുന്ന ഒരു വികാരവും നമുക്ക് സമ്മതമല്ല എന്ന് സമയോചിതമായി സംസാരിച്ചില്ലേ? ത്യാഗോനയുക്ത ഇഹ കർമ്മസുനാഭിരാഗ. ഒരു പ്രവൃത്തിയിലും നിനക്ക് ഒട്ടലുണ്ടാവരുത്. എല്ലാം നന്നായി ചെയ്യണം, സന്തോഷത്തിന് ഒരു കുറവും വരരുത്. അങ്ങനെ ശ്രീമാനായി ലോകഖ്യാതനായി ജീവിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ വസിഷ്ഠ മഹർഷിയുടെ കഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. ജനിച്ചത് മുതൽക്ക് മൂപ്പർക്ക് ബാഹ്യലോക ബോധമേ ഇല്ല. അപ്പോൾ സന്തോഷത്തോടു കൂടി കുട്ടികൾ ചിരിച്ച് കളിച്ച് നടക്കുമല്ലോ, അതേമാതിരിയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് മടിയിൽ വിളിച്ചിരിച്ചു. എന്നിട്ടോ ശപിച്ചു, ലോകം പിടിപെടട്ടെ നിന്റെ മനസ്സിനെന്ന്. ഉടനെ ലോകം അങ്ങോട്ട് വന്ന് പിടിപെട്ടു. പിടിപെട്ടതോടുകൂടി വസിഷ്ഠന് വീർപ്പ് മുട്ടായി, നട്ടം തിരിച്ചലായി. അയ്യോ എനിക്ക് സഹിക്കുവയ്യല്ലോ, ഇത്ര നേരം സുഖമായിരുന്നു, ഇപ്പം എന്താത്, എനിക്ക് ആകെ മൊത്തം അങ്ങനെ സങ്കടപ്പെട്ടപ്പോൾ ബ്രഹ്മാവ് ഉപദേശിക്കാൻ തുടങ്ങി. കേൾക്കുന്നുണ്ടോ? ബ്രഹ്മാവ് ഉപദേശിക്കാൻ തുടങ്ങി. എന്ത്? ഇതേ ഉപദേശം കൊടുത്ത് മനസ്സിലായി. ഇപ്പം എനിക്ക് കാര്യം മനസ്സിലായി. ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്ന്. ഇത്ര നാളും ലോകത്തിൻ്റെ പ്രതീതി ഉണ്ടായിരുന്നില്ല. പ്രതീതി വന്നതോടുകൂടി തളർച്ച തുടങ്ങി, വീർപ്പുമുട്ട് തുടങ്ങി, ഉത്കണ്ഠയായി. ഇപ്പം അതൊക്കെ പോയി. എന്നിട്ട് പറയാണ്, നീ ഇവിടെ ദീർഘകാലം ജീവിക്കുക. ആശയുള്ള മനുഷ്യർക്കൊക്കെ കർമ്മത്തോടു കൂടി ചേർന്ന കർമ്മകാണ്ഡം ആരാധന പഠിപ്പിച്ചു കൊടുക്കുക. ആശയില്ലാത്ത വൈരാഗികൾക്ക് ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം, തത്വജ്ഞാനം അതും ഉപദേശിക്കുക. ആ തത്വജ്ഞാനമാണ് വൈരാഗ്യം പിടിപെട്ട നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നത്. നോക്കൂ, അത് എത്ര ഫലവത്തായി എന്ന്. നീ കണ്ണടച്ചിരുന്നില്ലേ? നിന്നെ എഴുന്നേൽപ്പിക്കേണ്ടി വന്നില്ലേ എനിക്ക്? അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ അദ്ദേഹം പറയുക, ഞാൻ ഈ ശ്ലോകം എൻ്റെ തത്വപ്രവചനം നിർത്തുന്ന സമയത്ത് പല സമയത്തും പറയാറുണ്ട്. കർത്തവ്യമസ്തി നമമേഹ
ഹി കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതത സുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി നച കിഞ്ചിദഹം കരോമി. എനിക്ക് ഒരു വിധത്തിലുള്ള കർത്തവ്യവും ഈ ലോകത്തിലില്ല. ഇവിടെ എന്തെങ്കിലും സ്ഥാപിക്കണം എന്നുള്ള അഭിപ്രായമുണ്ടോ? അതും എനിക്കില്ല. ചെയ്യാനായിട്ടോ സ്ഥാപിക്കാനായിട്ടോ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലം എനിക്ക് വേണ്ടേ ജീവിക്കാൻ? അതിന് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു പോന്നു. എന്തോ ഇവിടെ വന്ന് ഇറങ്ങി, അപ്പോൾ ഇവിടെ ജീവിക്കാന്ന് മാത്രമേ ഉള്ളൂ. സംശാന്തയാ, എങ്ങനെയാ ജീവിക്കണത്? എൻ്റെ മനസ്സ് വളരെ ശാന്തമാണ്. സതത സുപ്തധിയൈവ വൃത്യ, സതത സുപ്തധിയൈവ വൃത്യ. ഇത് ഭാരതത്തിൽ മാത്രമുള്ള ഒരു വൊക്കാബുലറിയാണ് കൂട്ടരെ. ഇങ്ങനെയുള്ള ശബ്ദങ്ങളോ വിവരണങ്ങളോ വിശേഷങ്ങളോ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഉറങ്ങിക്കിടക്കുന്നവനെ പോലെ ഉണർന്നിരിക്കണം എന്നാ പറയണത്. യു ഷുഡ് ഹാവ് എ വേക്ക്ഫുൾ സ്ലീപ്പ് ഓർ എ സ്ലീപ്പി വേക്ക്ഫുൾനെസ്. സതത സുപ്തധിയൈവ വൃത്യ കാര്യം കരോമി, എല്ലാ ജോലിയും ഞാൻ കർത്തവ്യവും ചെയ്യുന്നുണ്ട്. എന്നാലോ നച കിഞ്ചിദഹം കരോമി, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യണില്ല. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനോട് പറഞ്ഞ മാതിരി നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ എന്നിങ്ങനെ പറഞ്ഞില്ലേ? കണ്ണുകൊണ്ട് കാണ്, ചെവി കൊണ്ട് കേൾക്ക്, മനസ്സുകൊണ്ട് ചിന്തിക്ക്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്ക്. ഇതൊക്കെ അതാത് ഉപകരണങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാൻ അവിടെ സാക്ഷിയായി, ദ്രഷ്ടാവായി, ഒരു വിധത്തിലുള്ള പ്രവൃത്തിയിലും ഇടപെടാതെ, ചെയ്യാതെ, പ്രവൃത്തി ഫലങ്ങൾ ഏൽക്കാതെ കഴിഞ്ഞുകൂടാണ്. അങ്ങനെയാണ് ഞാൻ. ആ വസിഷ്ഠ മഹർഷിയുടെ സമ്പത്തും സൗഭാഗ്യവും എന്തോ അത് അതേപടിക്ക് ശിഷ്യന് പകർന്നു കൊടുത്ത് ശിഷ്യൻ അത് അനുഭവിച്ചു കഴിഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ പറയുന്ന ഭാഗമാണ്. ശ്രീരാമനത് കേട്ടിട്ട് പറഞ്ഞു, ഭഗവൻ ഭൂതഭവ്യേശ ത്വയാസ്മാകമലം മലം സംപ്രമൃഷ്ടമിദം ഹേംനഃ ശ്യാമത്വമിവ വഹ്നിന. അല്ലേ ഭഗവൻ, അങ്ങയുടെ കാരുണ്യത്താലും അങ്ങയുടെ ഇച്ഛാശക്തിയാലും എൻ്റെ മലം മുഴുവനും പോയി അഗ്നിയിലിട്ട് ഉരുക്കിയാൽ സ്വർണത്തിൻ്റെ മലം മുഴുവനും കറുപ്പ് നിറങ്ങളൊക്കെ പോയി അതിന് നല്ല മഞ്ഞ നിറം കിട്ടുന്നത് പോലെ ഞാൻ നിർമ്മലനായി കഴിഞ്ഞു. ഇപ്പോൾ ഇനി അങ്ങ് എന്തു പറയണോ അത് ഞാൻ ചെയ്തോളാം. എനിക്കിനി വിധി നിഷേധങ്ങളൊന്നും ഇവിടെ ഇല്ല. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. ഗുരു പറയുന്നത് എന്തോ അത് വിധി, ബാക്കിയുള്ളതെല്ലാം നിഷേധം. അതുകൊണ്ട് അങ്ങ് പറയുന്നത് പോലെ ജീവിക്കാം എന്ന് പറഞ്ഞ് വസിഷ്ഠൻ അവസാനം ഒരു ശ്ലോകം പറയണതാ. തിഷ്ഠം സ്തദാത്മനി പരേ വിമലസ്വഭാവേ സർവാത്മകേ തപതി സർവപദാർത്ഥമുക്ത നിർവാണശാന്തമതിരംബരകോശകാന്തോ ധർമ്മേണ രാജ്യമനുപാലയ തീർണതൃഷ്ണ. തിഷ്ഠൻ തദാത്മനി പരേ വിമലസ്വഭാവേ സർവാത്മകേ തപതി സർവപദാർത്ഥമുക്ത. നീ ലോകത്തിൽ ഭംഗിയായി കഴിയുക. ആ കഴിയുന്ന സമയത്ത് ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ ഈ ലോകത്തിലുള്ള പദാർത്ഥങ്ങളെ മുഴുവൻ രചിച്ച് അവയ്ക്ക് നിറവും ആകൃതിയും കൊടുത്ത് അവ സമ്പന്നമാക്കി തീർക്കും. അത് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നതാണ്. നിന്റെ ഇന്ദ്രിയങ്ങൾ അവയുടെ ശക്തിയാൽ ചെയ്യുന്നതാണ്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ച് അത് സംബന്ധിച്ച പ്രതിച്ഛായകൾ മനസ്സിൽ വരുന്ന സമയത്തും നിനക്ക് മനസ്സിലാവണം എന്ത്, ഈ ബാഹ്യവസ്തുക്കളോ ആ സ്ഥൂലതയോ ഒന്നും നിന്റെ മനസ്സിൽ സ്വല്പമെങ്കിലും സ്പർശിക്കുന്നില്ല. നീ പദാർത്ഥമുക്തനാണെന്ന് മനസ്സിലാക്കണം. നിർവാണശാന്തമതിഹി. നിന്റെ ബുദ്ധിയിൽ നിർവാണം എന്ന് പറയണത് അനുഭവിച്ചു കഴിഞ്ഞു. ആ നിർവാണമതിയായി അംബരകോശകാന്ത. ഈ വാക്കുകളൊക്കെ ഞാൻ എങ്ങനെയാ പറയുക? ആ വാക്കുകൾ ഗ്രഹിക്കണം, അപ്പോഴേ അതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. അംബര
അംബരകോശ കാന്ത. ആകാശത്തിലാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും. ആ ആകാശത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ഗോളങ്ങള് 0.19 ഒന്നിട്ടാൽ എത്രയുണ്ടോ അത്രേ വരുള്ളൂ എന്ന് ഞാൻ നിങ്ങളോട് പറയുണ്ടായി. അപ്പൊ ആകാശമാണ് ഇവിടെ പ്രമാണം. ആ ആകാശത്തെ പോലെ നിന്റെ മനസ്സും വിശാലമാകട്ടെ. ആ ഉൾവിശാലതയിൽ ഉദിക്കുന്നതും അസ്തമിക്കുന്നതുമായ മനോവൃത്തികൾക്കൊന്നും ആ വിശാലതയെ സ്പർശിക്കാനോ കറപ്പിടിപ്പിക്കാനോ സാധിക്കില്ല. ധർമ്മേണ രാജ്യമനുപാലയ തീർന്ന തൃഷ്ണ. യുക്തിയുക്തമായി ധർമ്മത്തിനൊത്ത് എപ്പോൾ തനിക്ക് ആഗ്രഹമില്ലയോ, തനിക്ക് സ്വാർത്ഥതയില്ലയോ, എന്ത് കാര്യം എങ്ങനെ വേണമെങ്കിലും നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാൻ പറ്റും. നമുക്കതിൽ ഒട്ടലുള്ളപ്പോഴാണ് കുഴപ്പം. സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ഉപേക്ഷിച്ചുല്ലോ, അങ്ങോട്ട് വിട്ടുകളഞ്ഞില്ലേ? ലക്ഷ്മണനെയും വിട്ടുകളഞ്ഞില്ലേ? എന്താ രാമൻ വിട്ടുകളയാത്തത്? അവസാനം ദേഹവും വിട്ടിട്ടല്ലേ പോയത്? ഇതിലേറെ മാഹാത്മ്യം നിങ്ങൾക്ക് എന്തു വേണം? ഇതിനെല്ലാമുള്ള ശക്തി നമ്മുടെ മനസ്സിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അന്തരാത്മാവിൻ്റെ പ്രചോദനത്തിനും നൽകാൻ കഴിയും. തീർന്ന തൃഷ്ണ, ആഗ്രഹങ്ങൾ മുഴുവൻ കവച്ചു വെച്ച് എല്ലാറ്റിനും അതീതമായി കഴിയൂ. നമ്മുടെ ദേഹം കാറ്റ് വഴിക്ക് ഈ ലോകത്തോട് ഇടങ്ങിയതാണ്. നിങ്ങൾ ശ്വസിക്കുന്ന കാറ്റുണ്ടല്ലോ, ആ കാറ്റ് ഒരു ദിക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഭൂമിയിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ്. അതേമാതിരി നിങ്ങളുടെ മനസ്സും ബുദ്ധിയും അന്തരാത്മാവോടുകൂടി ബന്ധപ്പെട്ട് കാറ്റിനേക്കാൾ വിശാലമായ ആ പരപ്പിലേക്ക് ബന്ധപ്പെടുത്തുന്നതാണ്. ദശരഥന് കേട്ടിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു. ശ്രീരാമൻ പറഞ്ഞു, നഷ്ടോ മോഹ പദം പ്രാപ്തം ത്വത്പ്രസാദാത് മുനീശ്വര സമ്പന്നോഹമഹം സത്യം അത്യന്തം അവദാദധീ. നഷ്ടോ മോഹ, എൻ്റെ മോഹം പോയി. പദം പ്രാപ്തം, ഞാൻ അങ്ങയോട് ചോദിച്ചില്ലേ നിർബാധിതമായി കഴിയാൻ വല്ല വഴിയുമുണ്ടോ അറിയാമോ എന്നൊക്കെ. ആ പദം എനിക്ക് കൈവന്നു കഴിഞ്ഞു മുനീശ്വര. ഞാൻ സമ്പന്നനായി നല്ല ബുദ്ധിയോടുകൂടി, തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജീവിക്കാം. സ്ഥിതോസ്മി ഗതസന്ദേഹ സ്വഭാവേ ബ്രഹ്മരൂപിണി നിരാവരണ വിജ്ഞാന കരിഷ്യേ വചനം തവ. ഞാൻ മുക്തനായി, ജീവൻ മുക്തനായി, ദൃഢചിത്തനായി, സ്ഥിതപ്രജ്ഞനായി അങ്ങ് പറയുന്നത് പോലെ നടന്നോളാം. വസിഷ്ഠർ പറയുകയാണ്, എന്താ പറയുക? രാമ, ഞാൻ പറഞ്ഞത് മുഴുവൻ നീ നല്ല പോലെ കേട്ടില്ലേ, ഗ്രഹിച്ചില്ലേ, അനുഭവിച്ചില്ലേ? ഈ അനുഭവത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എവിടെയോ ആർക്കോ ഉണ്ടായ അനുഭവമല്ല, നിനക്ക് സ്വന്തമായി നീ അനുഭവിച്ചതാണ്. ആ അനുഭവിച്ച സമയത്ത് നിനക്ക് ദേഹമുണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, അഹങ്കാരമുണ്ടായിരുന്നു, ഈ സ്ഥൂല പ്രപഞ്ചം നിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എല്ലാം പോയില്ലേ? നീ ശുദ്ധബുദ്ധനാണ്, പ്രബുദ്ധനാണ്, നീ കേവലനാണ്. നീ പാഞ്ചഭൗതികമായ പ്രപഞ്ചമോ പാഞ്ചഭൗതികമായ ദേഹമോ അല്ല, അതിലുള്ള കൽപ്പനാരൂപത്തിലുള്ള മനസ്സുമല്ല, എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ് നീ. പാഞ്ചഭൗതികമായ ഈ പ്രപഞ്ചത്തിൽ എന്തു വേണമെങ്കിലും നടക്കട്ടെ, ആ നടക്കുന്നതിന് ഒന്നിനും നിന്നോടുകൂടി ഒരു ബന്ധമില്ല. നീ കാണുന്നേ ഉള്ളൂ. കാട്ടിലൊരു കാട്ടുതീ വന്ന് വല്ലാതെ ജ്വലിച്ചു കത്തുന്നു. അതിനെ നോക്കിക്കാണുന്ന നമ്മൾ അതിൽ പൊള്ളിപ്പോകുമോ? പോകില്ലല്ലോ. അതേമാതിരി പാഞ്ചഭൗതിക പ്രപഞ്ചത്തിൽ ദേഹത്തോടുകൂടി വാഴുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നുവോ ആ സംഭവങ്ങൾക്കെല്ലാം നീ സാക്ഷി മാത്രമാണ്, ദ്രഷ്ട മാത്രമാണ്. ദൃശ്യം എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉലഞ്ഞോട്ടെ, അതിനെന്തെല്ലാം തകരാറ് വരുമോ വരട്ടെ, അല്ല നന്മ വരികയാണെങ്കിൽ വരട്ടെ, അതിലൊരു കുലുക്കവുമില്ലാതെ നീ കഴിഞ്ഞുകൂടണം. ഈ കാണുന്ന പ്രപഞ്ചം അനന്തമായി തോന്നുന്നുണ്ടല്ലോ, അതിനെ കാണുന്ന നീ അപ്പോൾ അനന്താതീതനാണല്ലോ. ആ വിചാരം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകട്ടെ. നീ പ്രബുദ്ധനാണ്, മൂഢനല്ല. നീ സാക്ഷിയാണ്, ദൃശ്യമല്ല. നീ ജീവൻ മുക്തനാണ്. നിനക്ക് ഒരു കാലത്തും കുലുക്കം വരില്ല, ഇടുക്കം വരില്ല, ക്ഷോഭം വരില്ല, ഇളകിമറിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം തന്നെ ഇളകിമറിയുന്നതാണ്. അതിനെ കണ്ടിരിക്കുന്ന നീ ഒരു ഇളക്കവുമില്ലാത്തവനാണ്. നിന്റെ ഉള്ളുണർവ് സ്വതന്ത്രമാണ്. ആ ഉള്ളുണർവിൽ കുമിളകൾ പോലെയാണ് ഈ ലോകം മുഴുവൻ വിരിഞ്ഞ് അങ്ങനെ തത്തളിക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് നിന്നിലാണ്, നീ ഒന്നിലുമല്ല. എല്ലാം നിന്റെ ഉള്ളിൽ ജാഗ്രത അവസ്ഥ ഉദിച്ച് അസ്തമിക്കുന്നത് പോലെ ഈ പ്രപഞ്ചപ്രതീതി ഉണ്ടായി അസ്തമിച്ചു പോട്ടെ.
നീ എല്ലാറ്റിനും സാക്ഷിയായിരിക്കണം. നീ സ്ഥിതപ്രജ്ഞനാണ്, സ്ഥിരബുദ്ധിക്കാരനാണ്, നിനക്ക് ദാർഢ്യമുണ്ട്, ഒരു കാലത്തും ഇളക്കം വരില്ല, അചഞ്ചലനാണ് നീ. നിന്നെ ജയിക്കാൻ ലോകത്തിൽ ഒരാളുമില്ല, അജയ്യനാണ്. എല്ലാം നിന്റെ ഉള്ളിലാണ് വിരിയുന്നത്, അവിടെയാണ് അസ്തമിക്കുന്നത്. ഈ പ്രപഞ്ചം ജഡം, അതിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ചേതനാമയനാണ്. ഈ വിചാരം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവട്ടെ. മഹാകർത്താവായി, മഹാഭോക്താവായി, മഹാത്യാഗിയായി ഈ ലോകത്തിന് എല്ലാവിധത്തിലും നന്മ അരുളിക്കൊണ്ട് ആശംസിച്ചുകൊണ്ട് മംഗളസ്വരൂപിയായി വാഴണം നീ. അതാണ് ആവശ്യം. അത് നിനക്കും ഒരു അലങ്കാരമാണ്, ലോകത്തിനും അത് ധന്യതയാണ്. ഈ ധന്യതയിൽ ഒരു കുറവും വരരുത്, ഒരു കോട്ടവും വരരുത്. നിനക്ക് തളർച്ച വേണ്ട. എന്ത് വേണമെങ്കിൽ സമയോചിതമായി ചെയ്യ്, എന്ത് വേണമെങ്കിൽ സമയോചിതമായി വിട്ടുകളയെ. ആ കളയുന്ന വസ്തു ഇന്നതോ എന്നുള്ള ആലോചന വേണ്ട. നിന്റെ കൂടെ നീ മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ സ്വാമിയായി വാഴൂ, മാസ്റ്ററായി ജീവിക്കൂ. അധീശബോധം നിനക്ക് വരട്ടെ. പ്രപഞ്ചം മുഴുവനും ജഡമാണ്, നീ ആണെങ്കിൽ ചേതനാത്മകതയാണ് നിനക്ക്. അപ്പോൾ ചേതനാത്മസ്വരൂപിയായ നീ ഇതിൻ്റെ അടിമയാവരുത്, എപ്പോഴും അധീശനായിരിക്കണം. ഈ കാര്യത്തിന് ഒരു കോട്ടവും വരരുത്. നിന്റെ കൂടെ നിൽക്കുന്നത് നിന്റെ മനസ്സാണ്, ബുദ്ധിയാണ്. മനസ്സിലുള്ള ശാന്തത, ബുദ്ധിക്കുള്ള അറിവ്, ആ ആത്മവിശാലത എപ്പോഴും ഉണ്ടാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശ്രീരാമനെ പ്രബുദ്ധനാക്കി. ഇതാണ് അവിടെ നടന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ലക്ഷ്മണൻ വളരെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നു. ശത്രുഘ്നനും സംസാരിച്ചു, ദശരഥ മഹാരാജാവും പറഞ്ഞു. ഉടനെ ദശരഥ മഹാരാജാവിനെ വിളിച്ച്, ഇവിടെ ഇപ്പോൾ ഈ നടന്നത് ഒരു വലിയ ജ്ഞാനയജ്ഞമാണ്. ഇതിൻ്റെ സമാപനത്തിൽ എന്തു വേണം? വലിയ ബ്രാഹ്മണരെയെല്ലാം വിളിച്ച് വലിയ ഒരു സത്കാരമൊക്കെ കൊടുത്ത് ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞ് 7 ദിവസം വലിയ സദ്യയും കോപ്പുമൊക്കെ ആയിട്ട് ദശരഥനൊക്കെ നടത്തി. അങ്ങനെയാണ് ഈ സംഗതി പരിസമാപിക്കുന്നത്. ഇന്ന് സമാപന ദിവസമായതുകൊണ്ട് കുറച്ചുകൂടെ സമയം എടുക്കുകയാണ്. ചോദ്യങ്ങൾ 2-3 വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേതിലേക്ക് സമയം വൈകാതെ കടക്കാം. ചോദിച്ചിരിക്കുന്നത് ശ്രീമാൻ ദാമോദരൻ വാസുദേവൻ. സ്വാമിജി, രാമ is an Avatara Purusha. I thought Avatara Purusha knows cause for everything, including happiness and sorrow. If so, after the pilgrimage, why was Rama sad? രാമൻ ഒരു അവതാര പുരുഷനായിരിക്കെ അവതാര പുരുഷന്മാർക്ക് സുഖദുഃഖങ്ങളുടെ അടക്കം എല്ലാത്തിൻ്റെയും കാരണം അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ എന്തുകൊണ്ട് തീർത്ഥയാത്ര കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖിതനായി എന്നാണ് ശ്രീമാൻ ദാമോദരൻ വാസുദേവൻ ചോദിക്കുന്നത്. ലാസ്റ്റ് ഭാഗം ഒന്നും കൂടി പറയും. സുഖദുഃഖങ്ങളുടെ അടക്കം എല്ലാത്തിൻ്റെയും കാരണം ഒരു അവതാര പുരുഷന് അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് രാമൻ തീർത്ഥയാത്ര കഴിഞ്ഞപ്പോൾ ദുഃഖിതനായി? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ രസാവഹമായ ചോദ്യങ്ങളാണ്. രാമനെ അവതാര പുരുഷനാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു? ഏത് രാമനെയാണ് നിങ്ങൾ അവതാര പുരുഷനായി എന്ന് പറയുന്നത്? ദശരഥന് ജനിച്ചിട്ടായി അവിടെ വളർന്ന ഒരു കുട്ടിയല്ലേ ഈ രാമൻ. രാമനിൽ 2 പേഴ്സണാലിറ്റി ഞാൻ കാണുന്നുള്ളൂ, രാജകുമാരനും രാജാവും. ആ രാജകുമാരൻ്റെയും രാജാവിൻ്റെയും അപൂർവ മഹിമകളെ കണക്കാക്കി അദ്ദേഹത്തിന് ഒരു അവതാര പുരുഷനാണെന്ന് നമ്മൾ പറയുകയാണ്. പക്ഷേ രാമൻ്റെ അവതാരം എങ്ങനത്തെ അവതാര? മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള അവതാരമാണ്. സാധാരണ ഒരു പുരുഷനിൽ എന്തെല്ലാം കാണുമോ അതെല്ലാം ഈ ശ്രീരാമനിലുണ്ട്. അതെല്ലാം ഉള്ള സമയത്ത് ശ്രീരാമനിൽ അത് കവിഞ്ഞ് അതിനെ കവച്ചു വയ്ക്കുന്ന ഒരു ഉൾമഹാത്മ്യവുമുണ്ട്. അത് രണ്ടുമാണ്. ഇപ്പോൾ എന്തിനാണ് ദുഃഖിച്ചേ വിഷമിച്ചേന്ന് പറയണമല്ലോ. ഞാനിപ്പോൾ ഇന്ന് ഈ ചോദ്യം എനിക്ക് തന്നത് ഞാൻ ഇന്ന് സംസാരിച്ചത് കേൾക്കുന്നതിന് മുൻപാവും. നമ്മുടെ വസിഷ്ഠ മഹർഷി ജനിച്ച ഉടനെ ലോകത്തിൻ്റെ ഒരു പ്രതീതിയുമില്ലാതെ ആഹ്ലാദിച്ച് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആവുമ്പോൾ ഈ ലോകാനുഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് ബ്രഹ്മാവ് ശപിച്ചത്. അപ്പോൾ ലോകം പിടിപെട്ടപ്പോൾ ദുഃഖമായപ്പോൾ ഞാൻ എന്താ വേണ്ടേ അച്ഛാ, ഈ ദുഃഖം സഹിക്കുകയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ആ വഴി പറഞ്ഞു കൊടുത്തപ്പോഴാണ് ലോകത്തിന് ദുഃഖം ജനിപ്പിക്കാൻ പറ്റുമെന്നും അതിന് പരിഹാരമുണ്ടെന്നും മനസ്സിലായി. ഇരുട്ടും വെളിച്ചവും പോലെ ആ രണ്ടും കിട്ടിയതിന് ശേഷമാണ് ഉപദേശം കൊടുക്കാൻ സാധിച്ചത്. ശ്രീരാമൻ പോയി വിഷണ്ണനായിരുന്ന് വസിഷ്ഠ മഹർഷി ഇത് പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായുള്ളൂ വിഷണ്ണത എന്താണെന്നും അതിന് പരിഹാരമുണ്ടെന്നും.
അങ്ങനെ വിഷണ്ണത വന്നില്ലെങ്കിൽ രാമന് ഒരു മഹാത്മ്യവും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ വിഷണ്ണതയാണ് രാമനെ പ്രബുദ്ധനാക്കിയത്. അതാണല്ലോ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വെറും ഒരു അവതാര പുരുഷൻ എന്നൊരു വാക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കരുത്. ആരെയാണ് നിങ്ങൾ അവതാര പുരുഷൻ എന്ന് പറയുന്നത്? ദശരഥൻ്റെ സീമന്തപുത്രനെ. ആ സീമന്തപുത്രൻ മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി വളർന്നു, മനുഷ്യ ജീവിതത്തിൽ അടയേണ്ട പരമമാഹാത്മ്യം കൈക്കലാക്കി, എന്നാലും മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. അവസാനം മനുഷ്യനായി എല്ലാം വിട്ടു പോവുകയും ചെയ്തു. സംപൂജ്യ സ്വാമിജി തൻ്റെ 23-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചതാണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. അന്നു തൊട്ട് ഇന്നേ വരെ, ഇപ്പോൾ സ്വാമിജിക്ക് 87 വയസ്സായി, ലോകസംഗ്രഹത്തിൽ നിരതനായി പ്രവർത്തിച്ചു വരികയാണ് ഇക്കണ്ട വർഷങ്ങൾ മുഴുവൻ. അപ്പോഴും സ്വാമിജി ഒരു അധ്യാത്മ ആചാര്യനായിട്ടാണ് മിക്കവരും അറിയുന്നത്. എന്നാൽ അങ്ങനെയല്ല. അതിനും അപ്പുറം സ്വാമിജി നിരവധി സാമൂഹ്യ, മത, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. സമാജത്തിന് ആവശ്യമുള്ള ഘട്ടത്തിൽ, അല്ലെങ്കിൽ സനാതനധർമ്മത്തിന് ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ സന്യാസിയായിരുന്നാൽ കൂടി ഞാൻ സമാജത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം സ്വാമിജി പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ കാര്യങ്ങളിൽ സ്വാമിജിക്കുള്ള ഒരു അസാധാരണമായ ആശയത്തെളിച്ചവും അസാമാന്യമായ ഒരു ആത്മധൈര്യവും അടുത്തറിയുന്ന പല ശിഷ്യർക്കും അറിയായിരിക്കും. പക്ഷേ പുതുതായി ശ്രോതാക്കൾ ആയിട്ടുള്ള പലർക്കും അറിയുന്നുണ്ടാവില്ല. ഇതിപ്പോൾ പറഞ്ഞു വരാൻ കാരണം, ഇന്ന് നമുക്ക് സ്വാമിജിയുടെ ഒരു വളരെ കാലമായിട്ടുള്ളൊരു ശിഷ്യൻ്റെ ഒരു നിവേദനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാമസ്വാമി എന്നാണ്. മധുരയിൽ നിന്നാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഇതാണ്: സ്വാമിജി ഈ അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു വളരെ കാലങ്ങൾക്ക് മുമ്പ്. ആ കാലങ്ങളെക്കുറിച്ചും സ്വാമിജി ഹിന്ദിയിൽ അന്നൊരു തത്വപ്രവചനം ലക്നൌവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ചുമുള്ള ഓർമ്മകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവമാണല്ലോ, ചരിത്രമാണത്. അത് ഇല്ലാതെയാക്കാൻ ആർക്കും പറ്റില്ല. നടന്ന സംഭവമാണെങ്കിൽ ആരുടെ ജീവചരിത്രത്തിൻ്റെയും ഭാഗമായി അറിയേണ്ടവർക്ക് അറിയാവുന്നതാണ്. 1980കളുടെ തുടക്കത്തിലാണ് ഞങ്ങൾ ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡൻ്റായി കേരളത്തിലും പുറത്തും ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായത്. ഇവിടെ വല്ലാത്ത ഒരു വെല്ലുവിളിയായിരുന്നു. നിലയ്ക്കൽ അവിടെ ഒരു ക്ഷേത്രത്തിനൊരു തകരാറും ഒരു വെല്ലുവിളിയൊക്കെ വന്ന്. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ നമ്മുടെ സമാജത്തിലുള്ളവർ ചിലർ വന്ന് പറഞ്ഞു, സ്വാമിജി, ഞങ്ങൾ ഈ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ട് 2 മാസമായി, ഒരു വിരലനക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല, ഒരു നേതൃത്വവും ഇവിടെ കാണുന്നില്ല, എന്താ ചെയ്യുക? ഒരാളുണ്ട്, അദ്ദേഹത്തിന് വയസ്സായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വന്ന് സഹായിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇതിൻ്റെ മുൻപിലോ പിൻപിലോ നടുക്കിലോ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് അന്നാണ് ഈ കാര്യത്തിനെ പറ്റി എഴുതി ഞാനൊരു ലഘുലേഖ അടിച്ച് പ്രസിദ്ധീകരിച്ച് ഈ പരിസ്ഥിതിയിലാണ് ഞങ്ങൾ ഈ മൂവ്മെൻറ്റിൽ പ്രവേശിക്കാൻ പോണേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നു. പിടുപിടുപിടുന്നതിന് തീ കൊളത്തിയുമായി കാര്യങ്ങളൊക്കെ മേപ്പെട്ടു പോയി. നിലയ്ക്കലിൽ പ്രോഹിബിറ്ററി ഓർഡർ ഡിക്ലെയർ ചെയ്തു. പ്രോഹിബിറ്ററി ഓർഡർ ഡിക്ലെയർ ചെയ്തപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമെന്ന് ഞാനും പറഞ്ഞു, ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാൻ്റെ പേരിൽ. അത് വലിയ സെൻസേഷനിലായിപ്പോയി. ഇവിടെ സെൻസർഷിപ്പ് പക്ഷേ പ്രസ്സിനെ ഏർപ്പെടുത്തി നമ്മുടെ മുഖ്യമന്ത്രി. അന്ന് ശ്രീമാൻ കരുണാകരനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. അപ്പം ഞങ്ങൾ മൈക്കില്ലാതെ സംസാരിച്ച് തുടങ്ങി. അങ്ങനെ പല കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഉദ്ദേശ കാര്യമൊക്കെ വേണ്ടതുപോലെ നിർവഹിച്ചു. അതിന് ശേഷമാണ് അയോധ്യയിൽ താലാ ഖോലോ, അയോധ്യ ക്ഷേത്രം പൂട്ടിക്കിടക്കുകയാണ്, അവിടെ പോയി തുറന്നിട്ടില്ല, പുറമേ നിന്നാണ് വർഷിപ്പ് ആരാധന നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ താക്കോല് തുറക്കുക എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടായി. അവസാനം അയോധ്യയിൽ നിന്ന് ലക്നൗ വരെ ഒരു വലിയ പ്രൊസഷനായി ചെന്ന് മുഖ്യമന്ത്രിയെ കാണാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ സർക്കാർ ചില പ്രബലമായ ചില നടപടി ക്ലാമ്പ് ചെയ്യും എന്ന് ഇറക്കുമെന്ന് വിചാരിച്ച സന്യാസിമാർക്കൊക്കെ കുറച്ച് പേടി തോന്നി. അപ്പോൾ ഇവിടെ ഞങ്ങളെ അറിയിച്ചു, നിങ്ങളൊന്ന് അങ്ങോട്ട് വരണം, ഇതിന് നേതൃത്വം തരാനായിട്ടാണ്. പുരുഷോത്തമ സ്വാമിജി, ദയാനന്ദ സ്വാമിജി, വേറെ ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു സ്വാമി, ഞങ്ങൾ 4 പേരാണ് പോയത്. അന്ന് ലക്നൗവിൽ തുടക്കത്തിൽ തന്നെ ആ പ്രാരംഭ സമ്മേളനത്തിൽ
ഞാൻ സംസാരിക്കുകയുണ്ടായി. ഇന്ന് എനിക്ക് ഹിന്ദി സംസാരിക്കുന്ന മാതിരി അന്ന് അറിയില്ല. ഒരു മുറി ഹിന്ദിയിലൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ അവർ പത്രത്തിലൊക്കെ എഴുതി ധാരാപ്രവാഹ് എന്നൊക്കെ പറഞ്ഞ് എഴുതുണ്ടായി. അങ്ങനെ സംസാരിച്ച് പ്രതിദിനം ഒരു 3-4 സമ്മേളനങ്ങൾ ഉണ്ടാവും. ആ സമ്മേളനങ്ങളിലൊക്കെ എന്നോട് സംസാരിക്കാൻ പറയും. അപ്പോൾ 30,000, 20,000, 40,000, 50,000, 60,000 ഇത്ര ആൾക്കാരാണ് ഓരോ സമ്മേളനത്തിൽ. അവസാനം ലക്നൗവിലെത്തിയപ്പോൾ 6.5 ലക്ഷം ജനങ്ങളായിരുന്നു അന്ന്. 32 അടി പൊക്കമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവരെ ഞാൻ അഭിസംബോധന ചെയ്തത് ഹിന്ദിയിൽ. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാണാൻ പോകണമെന്ന് പറഞ്ഞു പോയി. അദ്ദേഹത്തിനോടും സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ താലാഖോലോ മൂവ്മെൻ്റ് അങ്ങനെ നടന്നപ്പോൾ അന്ന് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റോ മറ്റുമാണെന്ന് തോന്നുന്നു. അവിടെ പെട്ടെന്ന് കോടതിയിൽ ഒരു കേസ് കൊടുത്ത് എന്തോ ഒരു വിധിയുടെ പേരിൽ ആ വാതിലങ്ങോട്ട് തുറന്നു. ആ വാതിൽ തുറന്നതിന് ശേഷം അവിടെ തുറന്ന കോവിലും ദർശനവും ഒക്കെ ആയിട്ടാണ് പൂജ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് അതിൽ വളരെയധികം ഇങ്ങനെ പോയി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല, ന്യൂഡൽഹിയിൽ ഞങ്ങളൊരു വലിയ പ്രൊസഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ രാമഭക്തന്മാരെ വെടിവെച്ചത് ഒരു നില വരെ എത്തി, ലാത്തി ചാർജും കാര്യങ്ങളും. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഉദ്ധവഗീത എടുത്തുകൊണ്ടിരിക്കുക. ആ ഉദ്ധവഗീതയുടെ പുസ്തകം താഴത്തങ്ങോട്ട് ഇട്ടു. ഞാനിവിടെ ശാന്തമായിരുന്നു ഉദ്ധവഗീത എടുത്ത് സംസാരിക്കുന്നു. എന്നാൽ ഇവിടെ ഭക്തിയുടെ പേരിൽ ജനങ്ങൾ സമ്മേളിക്കുമ്പോൾ അവർ ലാത്തി ചാർജും വെടിവെപ്പും നടക്കുന്നുണ്ട്. ഇതൊരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും ഒരു സർക്കാർ ചെയ്യാവുന്നതാണോ? ഉത്തർപ്രദേശിലുള്ള സർക്കാർ ഞങ്ങൾ മതിൽ കെട്ടുമെന്ന് പറഞ്ഞു. ഇന്ത്യ രാജ്യത്തിൻ്റെ ഉള്ളിൽ ഇതിലെ പൗരന്മാർക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ മതിൽ കെട്ടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്തായി നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷവും? ഇത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നുന്നില്ല. നാളെ നമ്മളൊരു ഡെമോൺസ്ട്രേഷനുമായി സെക്രട്ടേറിയറ്റിലേക്ക് പോവാണ്. എന്താ ഉദ്ദേശം? അവിടെ ശുദ്ധമാക്കി എല്ലാവരുടെ മനസ്സും തെളിയാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യും. ആ തപോയാത്രയാണ് നാളെ സംഘടിപ്പിക്കണതെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ കുറച്ച് കൂടി. എത്രയാണെന്നിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. 10, 400, 500 ആളുണ്ടായിരുന്നു. എല്ലാവരും കൂടി അന്ന് പോവുകയുണ്ടായി അവിടെ. അപ്പോൾ അങ്ങനെ അയോധ്യ മൂവ്മെൻറ്റിൽ വളരെയധികം ആവശ്യമുള്ളപ്പോൾ ഇതിലൊക്കെ എന്നെ നയിക്കുന്ന ഒരു നയം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം നേതൃത്വമില്ലാതെ തളരുന്നുണ്ടോ? അവിടെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ വരാം. അതിന് വേറെ വല്ലവരും ഉണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ. ആരും ഇല്ല. നമ്മുടെ സമാജത്തിന് വലിയ ഒരു തകർച്ച വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നും തോന്നുന്നു എൻ്റെ മനസ്സ് മിണ്ടാണ്ടിരിക്കില്ല, ഞാൻ അവിടെ ഓടിച്ചാടി പോവും. പക്ഷേ ആവശ്യമുണ്ടെങ്കിലേ പോവുള്ളൂ, ആവശ്യമില്ലെങ്കിൽ പോവില്ല. വേറെ ആളുണ്ടെങ്കിൽ അവർ നടത്തിക്കോട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ആളില്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ പോവാമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അന്നും ഇന്നും. പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ നടത്തിയിട്ടുള്ളതും നയിച്ചിട്ടുള്ളതുമായ എല്ലാ പ്രസ്ഥാനങ്ങളും പരിപൂർണമായി നിയമത്തിന് വിധേയമായിട്ടാണ്. എന്താ ചെയ്യാൻ പോണേ എന്നുള്ളത് അധികാരികളെ അറിയിക്കും. ആ ചെയ്യാൻ പോകുന്ന പോക്കിന് അവർ വേണ്ട ഒത്താശയും അതിനുള്ള സംരക്ഷണവും തരണമെന്ന് ആവശ്യപ്പെടും. അങ്ങനെ പോലീസുകാരും അധികാരികളും കൂടെ വന്ന് ഞങ്ങൾക്ക് നടക്കാനുള്ള വഴി ക്ലിയർ ചെയ്ത് ബുദ്ധിമുട്ടില്ലാതെ ശരിയാക്കി തരണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള യാത്രകളെ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ യാത്രകൾ ഗവൺമെൻറ്റിന് വളരെയധികം ആസ്വാദന വിഷയമായിട്ടുണ്ട്. ഒരിക്കലും അതിലൊരു നിയമരാഹിത്യം. ഞാൻ പോലീസുകാരോട് പറയും, പോലീസുകാരെ നിങ്ങളുടെ ലാത്തി എടുത്ത് കക്ഷത്തിൽ വയ്ക്കൂ. നിങ്ങളുടെ ലാത്തി പ്രയോഗമൊന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ളവർക്കും വേണ്ടി വരില്ല. ഞങ്ങൾ നിയമത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നവരാണ്. ഒരിക്കലും നിയമലംഘനം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിട്ട് സാക്ഷിയായിട്ട് ഇരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് പോകുന്ന വഴിയിൽ തടസ്സമില്ലാതെ ഇത് സുഗമമായി നടത്താനുള്ള സംരക്ഷണവും ഏർപ്പാടും നിങ്ങൾ ചെയ്തു തരണം. ഇങ്ങനെ തന്നെ അവർക്ക് എഴുതാറുള്ളത്. അപ്പോൾ അതൊരു വിശേഷപ്പെട്ട ഒരു ഭാവമായിരുന്നു ഞങ്ങളുടെ മൂവ്മെൻറ്റിൽ. എപ്പോഴും ആബ്സല്യൂട്ട്ലി ലോഫുൾ, ലോ അബൈഡിങ്. ഇനിയുള്ള ചോദ്യങ്ങൾ സ്വാമിജി ഇമെയിൽ വഴി മറുപടി അയക്കുന്നതായിരിക്കും. ഞാൻ ഇനി നിർത്തട്ടെ. ഈ 5 ദിവസത്തെ ഈ തത്വപ്രവചന പരമ്പര പ്രേക്ഷകരായി ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെയെല്ലാം ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. എനിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കണം.
നിങ്ങൾക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പേരക്കിടാങ്ങൾ, അവർക്കും കുട്ടികൾ, അങ്ങനെ എത്രത്തോളം തലമുറ സംഭാവ്യമോ അതുവരെ നല്ല കുട്ടികൾ ജനിക്കണം. ഈ നല്ല കുട്ടികൾ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ആദ്യമായി കുടുംബസ്നേഹം വേണം. കുടുംബത്തെ സ്നേഹിക്കുന്നത് പോലെ സമാജ സ്നേഹവും വേണം അവർക്ക്. പിന്നെയോ ഈശ്വരഭക്തി, ഈശ്വര വിശ്വാസം. അതുമാത്രമല്ല, അവരവരുടെ ജീവിതത്തിൽ നല്ല പോലെ പഠിച്ച് മുന്നേറി, ഉദ്യോഗമാണെങ്കിൽ ഉദ്യോഗം, മറ്റെന്തെങ്കിലും തൊഴിലാണെങ്കിൽ ആ തൊഴിൽ അത് കൈക്കൊണ്ട് നമ്മുടെ സമാജത്തിൻ്റെ ഉന്നമനത്തിന് കാര്യമായ ഒരു സംഭാവന അവർ നടത്തണം. മടിയന്മാരാവരുത്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഉത്പാദനശേഷി വർദ്ധിപ്പിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾ പരിശ്രമിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ ആ ഒരു പരിശ്രമം തനിക്ക് 10 കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നാതെ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മാതൃഭൂമിക്കും ഇവിടെയുള്ള ജനങ്ങൾക്കുമുള്ള ഒരു സംഭാവന, എൻ്റെ ഒരു സമർപ്പണം, ഒരു കോൺട്രിബ്യൂഷനാണ് എന്ന് വിചാരിച്ച് എല്ലാവർക്കും തലകുലുക്കി സമ്മതിക്കാവുന്ന തരത്തിൽ ഒരു സംഭാവന ആ കുട്ടി ചെയ്യണം. ഞാൻ സംഭാവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണം കൊടുക്കുക എന്നല്ല. നമ്മുടെ GDP എന്നൊക്കെ പറയുമല്ലോ, ആ GDP വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. ആര് പരിശ്രമിക്കുന്നതും നമ്മുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടമ്മമാരടക്കം അവരുടെ ജോലി ചെയ്യണത് ഉത്പാദനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് നല്ല സംഭാവന ചെയ്യണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വരുമാനമുണ്ടാവും, കുടുംബം നോക്കാം, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷേ മൂലമായിട്ട് അതെന്താ? ഇറ്റ് ഈസ് എ കോൺട്രിബ്യൂഷൻ ടു ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതാണ് നമ്മുടെ ആവശ്യം. അതെല്ലാവരും ചെയ്യണം. അത്രയും ആയാൽ നമ്മുടെ സമാജം നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തത്കാലം നിർത്തട്ടെ, ഒരു ശ്ലോകം പറഞ്ഞ് നിർത്താം. കർത്തവ്യമസ്തി ന മമേഹന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാ ഭുവി സംസ്ഥിതോസ്മി സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരേ ഹരേ ഹരേ. നമുക്കൊരു ഓംകാരം ജപിച്ച് നിർത്താം. ഓ ഓ എല്ലാവരും നന്നായിരിക്കും. ഈ കേട്ട സന്ദേശത്തെ അതോടനുബന്ധിച്ച പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെല്ലാം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ശ്രദ്ധയിലാക്കി അവരെയൊക്കെ വായിപ്പിക്കാനായിട്ട് സഹായിക്കൂ, പ്രേരിപ്പിക്കൂ. ഹരി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു.